നമ്മൾ ഒരു ക്യാരക്ടർ സ്റ്റഡി എന്ന നിലയിലാണ് ഈ ദിവസങ്ങളിലെ പഠനം. ഒരു ബൃഹത് സബ്ജക്റ്റാണ്. അതിൽ നിന്ന് ചിലരെ മാത്രം നമ്മൾ പഠന വിധേയമാക്കിയാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് നമുക്ക് രണ്ടുപേരെയാണ് വിശകലന വിധേയമാക്കാൻ കഴിഞ്ഞത്. പുതുനിയമത്തിലേക്ക് നമ്മൾ വന്നു. ഇതില് നമുക്ക് എത്താൻ പറ്റുന്നത് മറിയിലാണ് ഇന്നലെ നമ്മൾ എത്തി നിൽക്കുന്നത്. ഒരു ലേഡിയെ അതിൽ പരിഗണിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മള് പത്രോസ് എന്ന ദൈവപുരുഷനെ പറ്റിയാണ് ചർച്ചയ്ക്ക് പോകുന്നത്. പത്രോസിലേക്ക് നമുക്ക് പോകാം. വളരെ കുറച്ച് റെഫറൻസുകൾ മാത്രമേ പത്രോസിന്റെ ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ച് നമുക്ക് ബൈബിളിലുള്ളൂ. കാരണം അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് ഒരു ബൃഹത്തായ പാരമ്പര്യം അല്ലെങ്കിൽ പൗലൂസിനുള്ളത് പോലെ ഒരു കുലമഹിമയ്ക്കോ അറിവിനോ ഒന്നും പേരുകേട്ട ആളല്ല അദ്ദേഹം. ഒരു സാധാരണ മനുഷ്യൻ. കുറെ ഇൻഫർമേഷൻ നമുക്ക് യോഹന്നാന്റെ സുവിശേഷമൊക്കെ തരുന്നുണ്ട്. അതില് ലഭ്യമായ കുറെ ചരിത്ര വസ്തുതകളും ഒക്കെ ചേർത്താണ് ബൈബിളിലെ ചില വിഷയങ്ങളും സമന്വയിപ്പിച്ചാണ് നമ്മളെ ചർച്ച. ആദ്യം ഈ പത്രോസ് എന്ന പേര്, അത് ഇതിന്റെ ഗ്രീക്ക് ശബ്ദം പെട്രോസ് എന്നാണ്. പെട്രോസ്. ഈ പെട്രോസ് ഗ്രീക്കാണ്, ലാറ്റിനിലും പെട്രോസ് തന്നെയാണ്. കേഫ എന്നാണ് അരാമിക് പേര്, നമുക്കറിയാം. കേഫ. ഇദ്ദേഹത്തിന്റെ പിതാവിനെ പറ്റി കേൾക്കുന്നത് യോന എന്നൊരു പേരാണ്. യോന. അതിനാണ് ബെറിയോന എന്ന് പറയും. ബെറിയോന, സൺ ഓഫ് യോന എന്നാണ്. യോന തന്നെയാണ് യോഹന്നാൻ എന്ന പദപ്രയോഗവും യോന എന്ന പദപ്രയോഗവും ഒരേ പേരാണ്. വ്യത്യസ്ത ഭാഷയിൽ അത് അങ്ങനെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. യുഹാന എന്നതാണ് ശരി പ്രയോഗം. യോഹന്നാൻ എന്നതിന് യോന ഓർ യുഹാന. യുഹാനയുടെ മകനായ ഷിമോൻ. ഷിമയോൻ എന്ന എബ്രായ പേരിന്റെ ചെറിയ വ്യത്യാസമാണ് ഷിമോൻ. അപ്പൊ ഇതൊക്കെ അരാമിക് ഹീബ്രു പ്രയോഗങ്ങളാണെങ്കിൽ പത്രോസ് എന്നത് ശരിക്കും ഒരു ലാറ്റിൻ അല്ലെങ്കിൽ ഗ്രീക്ക് പേരാണ്. ഗ്രീക്കിലും ലാറ്റിനിലും അങ്ങനെ തന്നെയാണ്. പെട്രോസിന്റെ അർത്ഥം പാറക്കഷണം എന്നാണ്. ഇനി ലിത്തോസ് എന്നൊരു പേരുണ്ട്, ഒരു പദമുണ്ട്, അതിന് പാറ എന്നാണ്. അപ്പൊ ലിത്തോസ് ഒരു പാറയാണെങ്കിൽ ലിത്തോസിൽ നിന്നുണ്ടാകുന്നതാണ് പെട്രാസ്. പെട്രാസ് അല്ലെങ്കിൽ പെട്രോസ്. ഒന്ന് പാറക്കഷണവും ഒന്ന് വലിയ പാറയുമാണ്. നമ്മൾ പാറക്കഷണമേ എന്ന അർത്ഥത്തിലാണ് യേശു പറയുന്ന പ്രയോഗങ്ങളൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പത്രോസ് എന്ന മനുഷ്യനെ പറ്റി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ ഏറ്റവും പ്രധാനം, അദ്ദേഹം ഒരു ഗലീലിയനായിരുന്നു. ഗലീലിയക്കാരൻ. ഗലീലിയൻ എന്നത് എന്താണ് എന്ന് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. ഒരു സ്ഥലനാമത്താൽ ആളുകളെ അപമാനിക്കാൻ വിളിക്കുന്ന ഒരു പേരായിരുന്നു ഗലീലിയൻ. 3 പേരുകൾ അന്ന് കേട്ടാൽ, പുതുനിയമകാലത്ത് 3 സ്ഥലങ്ങളുടെ പേർ ചൊല്ലി വിളിക്കുന്ന കേട്ടാൽ അത് വല്ലാത്തൊരു അപമാനമായി. ഗലീലിയൻ എന്ന് കേട്ടാൽ, ശമര്യൻ എന്ന് കേട്ടാൽ, അതുപോലെ കൊരിന്ത്യൻ എന്ന് കേട്ടാൽ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ആ നഷ്ടത്തിന് വേണേൽ കേസ് കൊടുക്കാം. അത്തരത്തിലെ പേരുകളാണ്. നീ ആ കൊരിന്ത്യക്കാരനാണ് എന്ന് നമ്മൾ കലഹിക്കുമ്പോൾ പറഞ്ഞ പ്രശ്നമാണ്. അമേരിക്കയിലൊക്കെയാണ് ഭയങ്കര പണി കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ വല്ലാത്ത പ്രശ്നം. ഇപ്പൊ ഇന്ത്യയിലും അതൊക്കെ ആയിട്ടുണ്ട്. എന്താ കൊരിന്ത്യൻ എന്ന് വിളിച്ചാൽ കൊരിന്ത്യനൈസേഷൻ എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. ആ പദം ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുണ്ട്, കൊരിന്ത്യനൈസേഷൻ. കൊരിന്ത് എന്നത് അധർമ്മത്തിന്റെ സ്ഥലമായി കണ്ടിരുന്നു എന്നുള്ളതാണ്. കൊരിന്ത്യയിൽ പോയി എന്ന് പറഞ്ഞാൽ അയാള്
ഇല്ലീഗലി എന്തൊക്കെയോ കാര്യങ്ങൾ സാധിക്കാൻ പോയി എന്നർത്ഥം. ഇല്ലീഗലായ കാര്യങ്ങൾ, അധാർമികമായ കാര്യങ്ങൾ. അതാണ് കൊരിന്ത്. നീ ഒരു കൊരിന്തനാണ് എന്ന് പറഞ്ഞാൽ അധർമ്മിയാണ് എന്നർത്ഥം. ഇതേപോലെ ഒത്തിരി സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് പ്രശ്നമുണ്ട് കേട്ടോ. സോദോം അതിനെ കേന്ദ്രീകരിച്ച് പറയുന്നത് അയാള് ശരിയല്ലാത്ത തരത്തിലുള്ള ബന്ധമുള്ള ആളാണ്, ഇല്ലീഗലിയുള്ള കോണ്ടാക്റ്റുകളുള്ള ആള്. നമുക്കതൊക്കെ അറിയാം. പക്ഷെ ഈ 3 സ്ഥലങ്ങൾ വളരെ ആക്ഷേപഹാസ്യത്തോടെ സംസാരിക്കുന്നതാണ്. ഗലീലിയൻ എന്ന് പറഞ്ഞാൽ ഗലീലിയക്കാരൻ. അപ്പോൾ വെസ്പേഷ്യനായിരുന്നു പണ്ട് നമ്മുടെ കർത്താവിനെ നമ്മളെയൊക്കെ കണ്ട ക്രൈസ്തവരെ മുഴുവൻ ഗലീലിയൻ എന്ന് വിളിച്ചിരുന്നു. യേശുവിനെ പറ്റി യേശു എന്ന് പോലും പറയില്ല. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ വെസ്പേഷ്യന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നമുണ്ടായി. അപ്പൊ ഗലീലിയനെ എന്ന് തന്നെയാണ് അപ്പോഴും വിളിക്കുന്നത്. വളരെ പരിശോധന ജീവിതത്തിൽ വരുമ്പോഴും ആക്ഷേപത്തിന്റെ വാക്കുകളാണ് വിളിക്കുന്നത്, ഗലീലിയൻ. അതുപോലെ ശമര്യൻ എന്ന് വിളിക്കും ആൾക്കാരെ. നമ്മുടെ കർത്താവിനെ ആക്ഷേപിച്ച് പറഞ്ഞു, നീ ഒരു ശമര്യൻ, നിനക്കൊരു ഭൂതമുണ്ട്. ശമര്യൻ എന്ന് വിളിക്കുന്നു. യേശുവിനോട് പറഞ്ഞ ശമര്യൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ശമര്യന്റെ പിതാവ് ഒരു യഹൂദനും ശമര്യക്കാരുടെ മാതാവ് ഏതോ ഒരു കാസ്റ്റാണ്, അല്ലെങ്കിൽ പിതാവ് ഏതോ ഒരു വിഭാഗത്തിൽ, മാതാവ് യഹൂദ സ്ത്രീയായിരിക്കും. ഇത്തരത്തിൽ ട്രഡീഷൻ വിട്ടുപോയിട്ടുള്ള ആളുകളെ അവരെ കളിയാക്കാൻ വേണ്ടി പറയുന്ന പേര് ഒരു മിശ്രജാതി എന്ന അർത്ഥത്തിലാണ് ശമര്യൻ എന്ന് വിളിക്കുന്നത്. ഈ ഗലീലൻ എന്ന് വിളിക്കുന്നത് ഇങ്ങനൊന്നുമല്ല, ഈ കാരണത്താലല്ല. അത് ഇല്ലീഗലായ ഏതെങ്കിലും കാര്യമോ അധർമ്മം കൊണ്ടൊന്നുമല്ല. ഗലീലിയൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ യഹൂദന്മാർക്കിടയിലെ സാംസ്കാരികമായിട്ട് നിലവാരം കുറഞ്ഞിട്ടുള്ള ആളുകളാണ്. കാരണം അന്നത്തെ യഹൂദന്മാർ പാലസ്തീനിയയുടെ 2 ഓരങ്ങളിലാണ് പാർക്കുന്നത്. കൂടുതലായിട്ടുള്ള സെറ്റിൽമെന്റ്, ജൂവിഷ് സെറ്റിൽമെന്റ് ഒന്ന് എക്സ്ട്രീം നോർത്തിലും എക്സ്ട്രീം സൗത്തിലുമായിട്ട് കിടന്നു. നടുക്കായിരുന്നു ശമര്യ. അപ്പൊ എക്സ്ട്രീം നോർത്ത് ആകുന്ന ഗലീലിയിൽ പാർത്ത ആളുകൾ, സൗത്തിൽ പാർത്തിരുന്ന ആളുകൾ, അതായത് ജെറുസലേമിൽ പാർത്തത്. ജെറുസലേം തെക്കാണ്, ജൂഡിയ എന്ന സ്ഥലത്ത് അറിയപ്പെട്ട ആ ഭൂപ്രദേശത്തെ ജൂഡിയയുടെ ക്യാപിറ്റലാണ് ജെറുസലേം. സൗത്തിൽ പാർത്തിരുന്ന ആളുകൾ നല്ല ഭാഷാ നൈപുണ്യമുള്ളവരായി, പഠനമുള്ളവരായിരുന്നു. കാരണം അവിടെ പാഠശാലകളുണ്ട്. വളരെ വികാസം പ്രാപിച്ചൊരു സിറ്റിയാണ് ജെറുസലേം. അവിടെ ജീവിക്കുന്നത് അഭിമാനമായി ജൂതന്മാർ കരുതി. അല്ലെ, ജെറുസലേമിൻ എന്നറിയപ്പെടുന്നത്, ജൂഡിയൻ എന്നറിയപ്പെടുന്നത് വളരെ അഭിമാനമായി കരുതിയപ്പോൾ അങ്ങ് വടക്ക് വാർത്തു വന്നിരുന്ന യഹൂദന്റെ അവസ്ഥ, പൊതുജനങ്ങളുമായി വലിയ സമ്പർക്കമൊന്നുമില്ലാതെ ഗലീലിയ കടലിലെ മത്സ്യസമ്പത്ത് കൊണ്ട് ഉപജീവനം കഴിച്ചു പോരുന്ന ആളുകൾ എന്ന നിലയിൽ, പുറത്തുള്ള ലോകത്തെപ്പറ്റി അറിവില്ലാത്ത ആളുകൾ എന്ന നിലയിൽ, ഈ റിമോട്ട് ഏരിയയിൽ വികസനങ്ങൾ എത്താത്തയിടത്ത് വാർത്തിരുന്ന ആളുകൾ എന്ന നിലയിൽ നിലവാരം കുറഞ്ഞ ആളുകളായിട്ട് ഗലീലിയക്കാരെ കണ്ടു. അങ്ങനെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, പണമില്ല, അല്ലെങ്കിൽ ഇവരുടെ വേണ്ടപ്പെട്ടവരൊക്കെ അപ്പുറത്തുണ്ട്. അപ്പൊ നമ്മള് മലബാറിലേക്കൊക്കെ ഇവിടെ കുടിയേറിയ ആളുകളുടെ ഒരു അവസ്ഥ പോലെ അന്നത്തെ കാലത്തുണ്ട്. ഇന്ന് മലബാറൊക്കെ വലിയ നല്ല സ്ഥലങ്ങളാണ്, അന്നും നല്ല സ്ഥലങ്ങളാണ്. ഇന്ന് കുറെ കൊണ്ട് ടൗൺഷിപ്പ് ഒക്കെ അവിടെ ഒത്തിരി ഉണ്ട്. അപ്പൊ ഇതേപോലെ ഗലീലിയൻ എന്ന് ആക്ഷേപിക്കുന്ന പതിവുണ്ടായിരുന്നു. അതിനാണ് അന്യഭാഷ പറയുന്ന ആളുകളെ നോക്കിയിട്ട് പറയുന്നത്, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയക്കാരല്ലേ. പത്രോസ് നോക്കിയിട്ടാ പറഞ്ഞു, നീ ആ ഗലീലിയനൊപ്പം. എന്തോ കുറഞ്ഞ ഒരു കേസാണ് ഗലീലിയൻ. യേശുവിനെ വിളിച്ച ഗലീലിയൻ എന്ന് വിളിക്കാൻ കാരണം, സത്യത്തിൽ യേശുവിനെ വിളിക്കേണ്ടത് ബേത്ലഹേമ്യനായ യേശു എന്നാണ്. അപ്പൻ ദാവീദാണ്, ഒരു മുത്തശ്ശൻ. അദ്ദേഹത്തിന്റെ അപ്പനായ ഇശായിയെ വിളിക്കുന്നത് ബേത്ലഹേമ്യനായ ഇശായിദാണ്. പക്ഷേ യേശു വളർന്നത് നസ്രത്തിലായതുകൊണ്ട് നസ്രായനായ യേശു എന്നാണ് പറയുന്നത്. നസ്രത്ത് ഒരു ഗലീലിയൻ ഗ്രാമം. അതുകൊണ്ടാണ് നമ്മളുടെ യേശുവിന്റെ ബ്രദേഴ്സ് ഒരിക്കൽ അടുത്ത് വന്നിട്ട് പറയുന്നത്, പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്ന ആരും ഗലീലിയെ കിടന്ന് ഇറങ്ങേണ്ട കാര്യമില്ല.
പ്ലീസ് ഗോ ടു ജെറുസലേം. ജെറുസലേമിൽ ചെന്നിട്ട് ഈ മിറക്കിളൊക്കെ ചെയ്താൽ 10 പേര് കാണും, അങ്ങോട്ട് പോയിക്കൊള്ളാം. അതാണ് നല്ലത്. ഉണ്ടോ? യേശുവിന്റെ സഹോദരന്മാർ ഉപദേശം കൊടുക്കുന്നുണ്ടോ? ഇവിടെ നിൽക്കരുത്, ഇത്രയും വലിയ അത്ഭുതം ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് പറയാതെ വലിയ സ്ഥലത്ത് പോയിട്ട് പ്രസംഗിക്കാനാണ് പറയുന്നത്. അപ്പോ ഗലീലിയൻ ഈ പേര് അലങ്കാരമായി പിന്നെ യേശു കൊണ്ടുനടക്കാൻ അത് സ്വീകരിക്കുകയാണ് നസ്രായൻ എന്ന പേര്. അതിന്റെ കാരണമുണ്ട്, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന വചനം നിവൃത്തിയാകും. നസ്രായൻ. അപ്പൊ അതൊക്കെ പോട്ടെ, അതൊക്കെ പത്രോസിലേക്ക് വരാം. ഈ പത്രോസ്, അദ്ദേഹത്തെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത, അദ്ദേഹം പൊതുവെ ദ്രുതഗതിക്കാരനായിട്ടുള്ള ഒരു എന്താ പറയുന്നേ, പെട്ടെന്ന് കയറി എടുത്തിയാടിയൊക്കെ ചിലത് ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടുണ്ട്. അദ്ദേഹത്തെ ഓർത്തിരിക്കുന്ന സുപ്രധാന സന്ദർഭം എന്ന് പറയുന്നത്, അദ്ദേഹം യേശുവിനെ തള്ളി പറഞ്ഞു 3 തവണ. ഇത് രണ്ടും പത്രോസിലുള്ള 2 പ്രശ്നങ്ങളായി കാണും. ഇതേപോലെ പത്രോസിൽ കാണുന്ന ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ, വേറെ ചില പ്രശ്നങ്ങളുണ്ട്. കാല് കഴുകാൻ വരുമ്പോൾ വേണ്ട എന്ന് ആദ്യം പറയും. കർത്താവ് അല്പം കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ തലയും കൂടെ കഴുകാൻ പറയും. നഗ്നനായി വെള്ളത്തിലെടുത്ത് ചാടുന്നതും പിന്നെ കടലിൽ വീഴുന്നതും ആകെക്കൂടി ഇയാള് ഒരു കോമഡിയാണ്. പല കാര്യങ്ങളും നമ്മൾ സ്വർഗത്തിലെത്തിയാലും ഇതാണ് പത്രോസ് എന്ന് കാണുമ്പോൾ ഒന്ന് ചിരിച്ചു പോകും. ഈ യച്ചാനായിരുന്നു ആള്, ഒന്ന് ചിരി വരും. എനിക്കങ്ങനെ തോന്നുന്നത്, ഇയാള് തന്നെയാണോ, ഇതാണ് കക്ഷി എന്ന് കാണുമ്പോൾ. നമുക്ക് സ്നേഹവും ബഹുമാനവും വാത്സല്യവും ഒക്കെ ഒത്തുചേരുന്ന ഒരാൾ, ഒരു പ്രകൃതം, അത് അപൂർവമാണ് അങ്ങനെ തോന്നുന്നത്. ഒരു നിഷ്കളങ്ക മനസ്സിന്റെ ഉടമ, അതാണ് ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യനായിട്ട് നിൽക്കുന്ന, അറിവോ പാണ്ഡിത്യത്തിന്റെ തലക്കനം ഒന്നുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിന് അത്രയാകാൻ പറ്റും ഒരു മനുഷ്യൻ എന്ന നിലയിൽ. കാരണം പഠിപ്പില്ല, അറിവില്ല. അദ്ദേഹം പാർത്തിരുന്നത് ബേസൈദയിലായിരുന്നു. ബേസൈദ. ഈ ബേസൈദ എന്ന വാക്കിന്റെ 2 അർത്ഥം. ഒരർത്ഥം മുക്കുവന്റെ വീടെന്നാണ്, മുക്കുവന്റെ വീട്. രണ്ടാമത്തെ അർത്ഥം ന്യായത്തിന്റെ വീടെന്നാണ്, ന്യായത്തിന്റെ. ബേസൈദ. അപ്പൊ ബെയ്ത്ത് എന്ന് ഉച്ചരിക്കണം. നമ്മൾ ബേത്ത് എന്ന് പറയുന്ന പലതും ബെയ്ത്താണ് ശരി. ബെയ്ത്ത് ലക്കീം ആണ് ശരി പ്രയോഗം, ശരി ഉച്ചാരണം. അപ്പൊ ബെയ്ത്ത് സദ. അപ്പൊ ബേസൈദയില ജനിച്ചു വളർന്നു. ബേസൈദയിലെ ഒരു സാധാരണ മത്സ്യബന്ധന തൊഴിലാളിയായിട്ട് ജനിച്ചു വളർത്തപ്പെട്ട മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഒരു ബ്രദറിനെ പറ്റി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതാണ് ആന്ത്രയോസ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം മറ്റു ചില കാര്യം കൂടി പഠിക്കാം. അദ്ദേഹത്തിന്റെ അമ്മാവിയമ്മയെ പറ്റി നമുക്ക് പരാമർശമുണ്ട് ബൈബിളിൽ, അദ്ദേഹത്തിന്റെ അമ്മാവിയമ്മ. അപ്പൊ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ചില ആളുകളെ നമുക്ക് പരിചയപ്പെടുന്നുണ്ട്. ഒന്ന് ആന്ത്രയോസ്, മറ്റൊന്ന് അമ്മാവിയമ്മ, പേരെഴുതിയിട്ടില്ല. അടുത്തത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരും കാണും. യുഹാനയുടെ മകൻ, യോനയുടെ മകൻ, ബെറിയോന ശിമോൻ. ഇപ്പൊ നമുക്ക് അത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. നമുക്കിതിപ്പോ ഡേറ്റ കിട്ടാനില്ല അദ്ദേഹത്തെ പറ്റി. പക്ഷെ ഇഷ്ടം പോലെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും വാക്കുകളും ചിന്തകളും കൊണ്ട് സമ്പന്നമാണ് ബൈബിൾ. അതിലേക്ക് തന്നെ വരാം. അദ്ദേഹം യേശുവിനെ അറിയുന്നത് അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ മെന്റർ, പേഴ്സൺ ഹു അഡ്വൈസ്ഡ് ഓർ ഇൻഫോംഡ് ഗോസ്പൽ. ആരാണ് അദ്ദേഹത്തോട് ഗോസ്പൽ ഇൻഫോം ചെയ്തത്, അല്ലെ അറിയിച്ചത്? ആരാണ് അദ്ദേഹത്തെ നയിച്ചത്? അത് സ്വന്തം ബ്രദറായ അന്ത്രയോസാണ്. അവിടെ മുതൽ കേൾക്കുന്നതാണ് എൻ്റെ ഒരു ആവേശം. അന്ത്രയോസ് എന്ന മനുഷ്യനെ പഠിക്കാതെ പത്രോസിലേക്ക് പോകാൻ കഴിയില്ല. അന്ത്രയോസ് എന്ന മനുഷ്യനെ പഠിക്കാതെ ക്രിസ്ത്യാനിത്വത്തിന്റെ ചരിത്രം ചമയ്ക്കാൻ വയ്യ. ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും ആവേശം പകരുന്ന ഒരു ചരിത്രം അന്ത്രയോസിൽ നിന്ന് ആരംഭിക്കും. പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ്. എന്താണ് ആ ചരിത്രം? പത്രോസിനെ പറ്റി പഠിക്കേണ്ട ആള് അന്ത്രയോസിനെ പറ്റി അല്പമെങ്കിലും അറിഞ്ഞേ പറ്റും.
ഒരു മഹാമനുഷ്യനാണ്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത് പറയാൻ കാരണം, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസധാര ക്രിസ്ത്യാനിറ്റിയാണ്, ക്രൈസ്തവരാണ്. പല പേരുകളിൽ ക്രിസ്ത്യാനിത്വത്തിന് വേരുണ്ട്. ക്രിസ്ത്യാനിത്വം ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹമായി നിൽക്കുമ്പോൾ അതിന് പരിമിതികളൊക്കെ ഉണ്ടെന്നുള്ള സത്യമാണ്. വ്യത്യസ്തമായ ഡിനോമിനേഷനുകളാണ് അത് അറിയപ്പെടുന്നുള്ള സത്യമാണ്. പക്ഷേ ക്രിസ്ത്യാനിത്വത്തിന്റെ ശക്തി എന്നത് നമ്മളൊക്കെ യേശുവിനെ അനുഗമിച്ചതിനൊരു കാരണമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകള് എന്തെങ്കിലുമൊക്കെ അതേപ്പറ്റി പറയാനുണ്ട്. രോഗം മാറിയ ഒരവസ്ഥ. ഞാൻ വരുമ്പോ രോഗികളായ ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ രോഗം മാറുന്ന, കഷ്ടതകൾ തീരുന്ന, അല്ലെ ഒരു പ്രവചന സ്വരം കേൾക്കുന്ന, നമ്മുടെ കുറവുകൾ കണ്ട് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന, നമുക്ക് മാരകമായ കുടുംബ പ്രതിസന്ധികളിൽ രക്ഷിക്കുന്ന, ആത്മഹത്യയുടെ മുനമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്ന ഒരു സാക്ഷ്യമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിന് കൊള്ളാവുന്നവനായി യേശുവിനെ നമ്മൾ അറിഞ്ഞു, ജനകോടികൾ അറിഞ്ഞത് നമ്മൾ ഇന്ന് കണ്ടു. അന്ത്രയോസ് യേശുവിനെ സ്വീകരിക്കുന്ന ഘട്ടം ഇതൊന്നുമില്ല. അന്ത്രയോസിന് രോഗശാന്തി കിട്ടിയില്ല. അന്ത്രയോസ് ഒരു തിരുവചന പ്രസംഗം കേട്ടില്ല. അന്ത്രയോസ് ഏതെങ്കിലും തരത്തിൽ സ്വന്തം ജീവിതത്തിൽ ഒരു അത്ഭുതം കണ്ടില്ല. കടലിൻ മീതെ യേശു നടക്കുമ്പോൾ നടക്കുകയോ അല്ലെങ്കിൽ 5 അപ്പം 5000 കൊടുക്കുകയോ ഒന്നും അന്ന് ചെയ്തിരുന്നില്ല. ഇതൊന്നും ചെയ്യാത്ത ഒരു യേശുവിന് എന്നെയും നിങ്ങളെയും പോലെ കേവലം ഒരു പാലസ്തീനിയൻ പൗരനായി മാത്രം അന്നുവരെ ലോകം കണ്ട ഒരു മനുഷ്യനെ ചൂണ്ടിക്കാട്ടി. ധന്യനായ യോഹന്നാൻ പറഞ്ഞു, ഇവനാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് കേട്ട മാത്രയിൽ യേശുവിനെ അനുഗമിച്ച ആദ്യത്തെ മനുഷ്യന്റെ പേരാണ് അന്ത്രയോസ്. ലോക ക്രിസ്ത്യാനിത്വത്തിന്റെ തുടക്കക്കാരൻ അന്ത്രയോസ് ആണ്. ദ ഫസ്റ്റ് ഫോളോവർ ഓഫ് ക്രൈസ്റ്റ്. ലോക ക്രിസ്ത്യാനിത്വം ഒരു മഹാസംഭവമായിട്ട്, ജനകോടികളുടെ മാർഗമായിട്ട്, മരിച്ചടങ്ങിയവരെയും ഇന്നുള്ളവരെയും ചേർത്താൽ ബഹുകോടികളുടെ ഒരു വലിയ സമൂഹമായി നിലനിൽക്കുമ്പോൾ അതിലേക്ക് ആദ്യ പാദം എടുത്തുവെച്ച ദുർബലനായ മനുഷ്യന്റെ പേരാണ് അന്ത്രയോസ്. ഈ ക്രിസ്ത്യാനിത്വത്തിന്റെ വിശാലമായ ആ പര്യടന ഘട്ടത്തെ, ആ മുമ്പോട്ടുള്ള പ്രയാണത്തിലെ ഒന്നാമന്റെ പേരാണ് അന്ത്രയോസ്. ക്രിസ്ത്യാനിത്വം അന്ത്രയോസിലൂടെ ആരംഭിക്കുന്നു. അത് അവസാനിക്കുന്നില്ല. അത് വലിയൊരു പ്രക്രിയയാണ്. അതൊരു വലിയൊരു ജീവിതചര്യയാണ്. ആ മനുഷ്യനാണ് അന്ത്രയോസ്. അന്ത്രയോസ് ഇറങ്ങിത്തിരിക്കുമ്പോൾ തൊട്ടു മുമ്പിൽ ഒരു ബൈബിളില്ല. അന്ത്രയോസിന്റെ മുമ്പിൽ ഒരു അത്ഭുതം പറയാനില്ല. അന്ത്രയോസിന്റെ മുമ്പിൽ കടലും മീതെ നടക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ചങ്കുറപ്പോടെ ഒറ്റക്കിറങ്ങിത്തിരിച്ചവനാണ് അന്ത്രയോസ്. ഇതൊന്നും ചെയ്യാത്ത യേശുവിനെ കണ്ട് ഇറങ്ങിത്തിരിച്ച അന്ത്രയോസ് ഒരു വലിയ അഭിമാനമാണ്. അപ്പോ ഇതൊക്കെ ഉണ്ട് എന്നറിഞ്ഞിട്ടാണല്ലോ നമ്മളൊക്കെ ഇതിന്റെ ഭാഗമായി. യേശുവിനെ കൊള്ളാം, യേശു എന്റെ മാതാവിനെ തൊട്ടു, അല്ലെ എന്റെ നാട്ടിലൊരുവനെ തൊട്ടു, യേശു ഒരുവന് വലിയ സൗഖ്യം കൊടുത്തു. ഇതൊക്കെ കണ്ടറിഞ്ഞാണ് വന്നതെങ്കിൽ ഇതൊന്നുമില്ലാത്ത കാലത്ത് യേശുവിനെ അറിഞ്ഞവനാണ് അന്ത്രയോസ്. അങ്ങനെ യേശുവിനെ അറിഞ്ഞ അന്ത്രയോസിന്റെ ഒരു ശ്രേഷ്ഠത കൂടി പറയാം. ഈ സമയത്ത് യേശുവിന് പേരും വിലാസമൊന്നും ആയിട്ടില്ലെന്നേ. അന്ന് യേശുവിനെ പറ്റി അപ്പൊ പഠിക്കുന്ന ആളുകളുണ്ട്, റബ്ബിമാര്. അവരുടെ പക്കൽ ന്യായപ്രമാണ പുസ്തകമുണ്ട്. ഇവര് ന്യായപ്രമാണ പുസ്തകം തുറന്നു വെച്ചിട്ട് പഠിക്കും. എന്താ പഠിക്കുന്നേ? ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എന്റെ കണ്ണു തുറക്കണം. ഈ പുസ്തക ചുരുൾ നിവർത്തി അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്കൊന്നും ഇത് കാണാനും പറ്റിയില്ല. റബിമാർ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ത്രയോസ് വീട്ടിലെത്തിയിട്ട് സ്വന്തം സഹോദരനായ പത്രോസിനെ വിളിച്ചിട്ട് പറയാണ്, കുഞ്ഞെ, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ഞാൻ കണ്ടത്. ആദ്യത്തെ ശബ്ദമാണ്. ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ കണ്ടെത്തിയ ആ കണ്ണുകളുടെ പേരാണ്, ഉടമയുടെ പേരാണ് അന്ത്രയോസ്. അന്ത്രയോസ് കണ്ടത് കണ്ണുകൾ കൊണ്ടായിരുന്നില്ല, അകക്കണ്ണിന്റെ ജ്വലനം കൊണ്ടായി. ഹൃദയത്തിന്റെ ഉള്ളിലെ ആ റിഫ്ലക്ഷൻ, പ്രതിഫലനം, അല്ലെങ്കിൽ ഒരു തരം റെവലേഷൻ അന്ത്രയോസിനെ ഒരു പ്രത്യേക മണ്ഡലത്തിലേക്ക് ഉയർത്തി. അന്ത്രയോസ് പിന്മാറിപ്പോയെന്നും കാണുന്നില്ല. അന്ത്രയോസ് എന്നൊരു മനുഷ്യനെ വീണ്ടും പഠിക്കുക. അയാളിലൂടെ വേണം പത്രോസിലേക്ക് ചെല്ലാൻ. കാരണം ഈ മനുഷ്യൻ ഒരു ലേഖനം എഴുതിയിട്ടില്ല, ഒരു സുവിശേഷം എഴുതിയിട്ടില്ല. ഈ മനുഷ്യനൊരു പ്രസംഗം പറഞ്ഞു കേട്ടിട്ടില്ല. ഈ മനുഷ്യനെ പറ്റി കിട്ടാവുന്ന ആകെ കാര്യം അത്ഭുതം ചെയ്തിരിക്കുക. കാരണം അപ്പോസ്തലൻ അത്ഭുതം ചെയ്തിരിക്കണമല്ലോ, എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യണം. അതാണ് അപ്പോസ്തലന്റെ ഒരു എന്താ പറയാ, ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അങ്ങനെയാണ് അപ്പോസ്തലൻ. അതുകൊണ്ട് അതൊക്കെ ചെയ്തിരിക്കാം. പ്രസംഗിച്ചിട്ടുണ്ടാകാം, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ലേഖനം എഴുതിയിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് ഇൻഫോർമേഷൻ ഇല്ല അതേപ്പറ്റി. അത്തരം സിമ്പിൾ ആയൊരു മനുഷ്യൻ തന്നല്ല, ഇദ്ദേഹത്തിനൊരു ക്ലെയിം ഉള്ളതാണ്. സത്യം പറഞ്ഞാൽ ആ ക്ലെയിം എന്താണെന്ന് അറിയുന്നത്,
ഞാനാണ് അങ്ങയുടെ ആദ്യ ശിഷ്യൻ. ഓർത്തോണം, അതിന്റെ അർത്ഥം ഒരു സന്ദേശം. നമ്മളൊക്കെയാണ് എത്ര തവണ ഇത് ക്ലെയിം ചെയ്ത് മേടിക്കുമല്ലോ, അല്ലേ? ഞാനാണ് ആദ്യത്തെ ആള്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സീനിയോറിറ്റികളെ കൂടുതൽ എടുത്തു കാട്ടണം. പക്ഷെ യേശുവിനൊരു 3 പേര് വേണമായിരുന്നു. ഇന്നർ സർക്കിളിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഒരു 3 പേര്. അവിടെ അന്ത്രോസിന്റെ പേരില്ല. പത്രോസുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്. അപ്പോൾ ഇവരെ 3 പേരെ ഒരുമിച്ച് ചേർത്താണ് സുപ്രധാന കാര്യം പറയുന്നത്. ആ സുപ്രധാന കാര്യം പറയുന്ന സമിതിയിൽ അന്ത്രയോസ് ഇല്ല എന്നോർക്കണം. പക്ഷെ അന്ത്രയോസിന് ഇതൊന്നും കൊണ്ട് ഭാരമില്ല. അദ്ദേഹം അതുകൊണ്ട് വിട്ടുപോയില്ല. കണ്ടോ, എനിക്ക് ശേഷം വന്ന ആളുകളെയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, എന്നെ ഇതുവരെ ഒന്നും പരിഗണിച്ചില്ല. പരിഭവമില്ലാത്ത ഒരു മനുഷ്യൻ. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ലോകത്താര് നോക്കിയാലും കളയാനാവാത്ത ഒരു പദവി അന്ത്രയോസിനുണ്ടായിരുന്നു. ആദ്യ ശിഷ്യൻ എന്നുള്ള പേരാണ്. ലോകത്താർക്കും അത് കളയാൻ പറ്റില്ല. ആദ്യത്തെ ആള് ഞാനാണ്, ആദ്യം അദ്ദേഹത്തിന്. അദ്ദേഹം ഇത് ക്ലെയിം ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. നമ്മളൊക്കെ പറയുമ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഉണ്ടെന്ന്. ഒരു പക്ഷേ അന്ത്രോസ് ഓർക്കുന്ന അപ്പോഴായിരിക്കും ഇത്രയും വലിയൊരാളാണ് അന്ത്രോസ് എന്ന്. അപ്പോൾ ഈ അന്ത്രോസ് ചെന്നിട്ട് പറയുക, ന്യായപ്രമാണം പ്രവാചകന്മാർ പറയുന്നവനെ ഞാൻ കണ്ടെത്തി. അപ്പൊ ഈ കണ്ടെത്തൽ പത്രോസിനോട് പറയുകയാണ്. പത്രോസിനെ യേശുവിന്റെ അരിയിലേക്ക് കൊണ്ടുചെല്ലുന്ന ആളാണ് അന്ത്രയോസ്. അതുകൊണ്ട് നമുക്ക് ചോദിക്കാം, അന്ത്രയോസ് എന്ന മനുഷ്യന്റെ ക്രിസ്ത്യൻ മിനിസ്ട്രിയിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണ്? താങ്കൾ എന്താണ് ചെയ്തത്? പറയൂ അന്ത്രയോസ്. അന്ത്രയോസ് പറയും, എന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അത് മറ്റൊന്നുമല്ല, അത് പത്രോസിനെ കൊണ്ട് ഞാൻ യേശുവിന് കൊടുത്തു എന്നതാണ്. സ്തോത്രം. നമ്മളൊക്കെ സുവിശേഷം പറഞ്ഞ് കൊണ്ടുവരുന്നത് ഇതുപോലൊരു പത്രോസ് അല്ലെന്ന് ആര് കണ്ടു? ഒരു കരുത്തനോടല്ല ഈ പറയുന്നതെന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഏതൊരു മനുഷ്യനെയും നിസ്സാരമായി എടുക്കേണ്ട വലിയ പ്രവൃത്തിയായിരിക്കാം ദൈവം അവരിലൂടെ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനായ PG വർഗീസിന്റെ അടുത്തുണ്ടായിരുന്നു. 2 മണി സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം. ഞങ്ങൾക്ക് പല കാര്യങ്ങൾ പറയാനൊരു അവസരം കിട്ടി. അദ്ദേഹം ആദ്യം വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളിൽ ഒരു യാചകൻ ഉണ്ടായിരുന്നു. ഈ യാചകന്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ടി വന്നു. ആ യാചകൻ കൊടുത്ത പൈസ വാങ്ങേണ്ടി വന്നു. അദ്ദേഹം ഭിക്ഷയയച്ച് കിട്ടിയ ഏതാണ്ട് 2 രൂപയിൽ താഴെയുള്ള ചില്ലിക്കാശികൾ ഒരുമിച്ച് കൊടുത്തപ്പോൾ ഒരു കോംപ്ലക്സ് അത് കൈപ്പറ്റാൻ. കാരണം യാചകനല്ലേ, താനൊരു സൂപ്രണ്ടിന്റെ മകനാണ്, ഒരു മറ്റേ എസ്റ്റേറ്റ് സൂപ്രണ്ടിന്റെ മകനാണ്, മാസശമ്പളം വാങ്ങുന്ന അപ്പൻ. താൻ പട്ടാളത്തിലെ ജോലിയൊക്കെ രാജിവെച്ച് പോകുമ്പോൾ ആദ്യം കിട്ടിയ സമ്പത്തിലൊന്ന് ഈ മനുഷ്യന്റെ 2 രൂപയിൽ താഴെയുള്ള ചില്ലിക്കാശാണ്. അത് കൈപ്പറ്റണേ എന്ന് നിന്ന് കരഞ്ഞപേക്ഷിക്കുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് ഇത് വാങ്ങേണ്ടി വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്റെ ഈഗോ ഒക്കെ തകർന്നു. ദൈവം എന്റെ ഈഗോ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണ്. വളരെ കണ്ണീരോടെയാണ് അത് കേട്ടത്. പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ചു. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ നേടിയെടുക്കുന്ന ഒരു മനുഷ്യൻ ആരാകുമെന്ന് അറിയാൻ പറ്റില്ല. അദ്ദേഹത്തിലൂടെ ആര് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല. പത്രോസിനെ കൊണ്ട് യേശുവിന്റെ കൈ കൊടുത്തു. പിന്നെ ബാക്കി യേശു നോക്കി. നമ്മള് കർത്താവിന്റെ അടുത്ത് കൊണ്ടിരുന്നാൽ ബാക്കി നോക്കിക്കോളും. ഈ അന്ത്രോസിനെ പറ്റി ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഈ മനുഷ്യന്റെ ഒരു ക്വാളിറ്റി, അദ്ദേഹം യേശുവിന് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നവരെ കൊണ്ട് യേശുവിന്റെ അടുത്ത് പോകും. അങ്ങനെയാ. യേശുവിന് വേണമെന്ന് തോന്നിയ ഒരാളായിരുന്നു പത്രോസ്. യേശുവിന് വേണമെന്ന് തോന്നിയ ഒരാളായിരുന്നു ആവശ്യഘട്ടങ്ങളിൽ 5 അപ്പം കൊടുത്ത പയ്യൻ. അത് ഓർമ്മയുണ്ട്, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞാണ്. 5 അപ്പം കൊടുത്ത പയ്യൻ. ഇതേപോലെ ശമര്യർക്ക് സുവിശേഷം കേൾക്കണം എന്നൊരാഗ്രഹം. അവരെല്ലാം വിളിച്ചുകൊണ്ട് പത്രോസിന്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് പ്രസംഗിച്ചോളാൻ പറഞ്ഞു. എന്നാലോചിച്ച് നോക്കിക്കേ, നമ്മളാണെ പറയുമ്പം എനിക്കറിയാമല്ലോ, ഇതൊക്കെ എനിക്കറിയാം, പിന്നെ നീ എന്തിനാ പത്രോസിന്റെ അടുത്തോട്ട് പോകുന്നത്? ഇവിടെ നിൽക്കേ. ഒന്നാമത്തെ കാര്യം, ഞാൻ വന്ന ശേഷം ഇവനെല്ലാം വന്നേ. ഇവനൊക്കെ എന്നാ ഇത്രയും വലിയ പുള്ളിയായത്? ഞാനായി തുടങ്ങിയത്. ഞാനാണ് ആദ്യത്തെ ആള്. ഇടയ്ക്ക് എനിക്കറിയാത്തൊന്നും അവൻ അറിയത്തില്ല. ഇവിടെ നിൽക്കുക. ഇതൊന്നും അല്ല ചെയ്യുന്നത്. അപ്പൊ നിശബ്ദനായി ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു ഇവാഞ്ചലിസ്റ്റിനെയാണ് നമ്മൾ ഇദ്ദേഹത്തിൽ കാണുന്നത്. ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കുക എന്നതാണ്. നമ്മളിലൊക്കെ ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള പദവി പോയിട്ടാണ് നമ്മൾ പാസ്റ്ററാകുന്നത്. തുടക്കം ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞു. ഇവാഞ്ചലിസ്റ്റിനെ എന്തിനാണാവോ ഈ പാസ്റ്ററാക്കുന്നത്? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് പോട്ടെ. ഇവാഞ്ചലിസ്റ്റിന്റെ പ്രൊമോഷൻ അല്ല പാസ്റ്റർ. രണ്ടും 2 കാര്യമാണ്. പാസ്റ്ററായിട്ട് വിളിക്കപ്പെട്ടെങ്കിൽ പാസ്റ്ററാണ്. അപ്പൊ തുടക്കക്കാരനെ വിളിക്കേണ്ട പേരല്ല ഇവാഞ്ചലിസ്റ്റ്. കാരണം ഇവാഞ്ചലിസ്റ്റ് ആജീവനാന്ത ഇവാഞ്ചലിസ്റ്റ് ആണ്. അല്ലാതെ ഇവാഞ്ചലിസ്റ്റിനെ നമ്മളിങ്ങനെ പരിണമിപ്പിച്ച് മാറ്റിയെടുക്കുന്ന, ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്ന പ്രക്രിയ അല്ല പാസ്റ്റർ. സഭകൾക്ക് പറ്റിയിട്ടുള്ള ഒരു പരാജയം. തുടക്കക്കാരനെ വിളിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് എന്നാണ്. അങ്ങനെയല്ലെന്നേ. ഇവാഞ്ചലിസ്റ്റ് എന്ന് ഇവാഞ്ചലിസ്റ്റ് ആണ്, മരണം വരെ ഇവാഞ്ചലിസ്റ്റ് ആണ്. അപ്പൊ ആൻഡ്രൂ ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്. ഇവാഞ്ചലിസ്റ്റായ ആൻഡ്രൂ സെയിന്റ് പീറ്ററെ ചെന്ന് കണ്ടു. പീറ്റർ കർത്താവിന്റെ സന്നിധിയിലേക്ക്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ മാനസാന്തര ഘട്ടം അറിയാം. പിന്നെ ആളങ്ങ് അടിച്ചു കയറി പോവാണ്. ചിലത് അങ്ങനെയാണ്. ഈ പാരമ്പര്യമുള്ളവരെക്കാൾ വേഗത്തിൽ ഇല്ലാത്തവർ ഓടിക്കയറും. ചിലപ്പോൾ ചർച്ചിൽ ആദ്യം വന്നവരെക്കാൾ വേഗത്തിൽ ഓടിക്കയറാനുള്ള ഊർജ്ജസ്വലത വലുതാണ്. ഊർജ്ജസ്വലതയും കർമ്മ നൈരന്തരം, അതായത് നിരന്തരമായിട്ട്
ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുക. 24 hours നമുക്ക് കിട്ടുന്നു. ആ കിട്ടുന്ന അവസരങ്ങളിൽ കൂടുതൽ കൂടുതൽ എങ്ങനെ പ്രവർത്തിക്കാം. അപ്പൊ അങ്ങനെ പ്രവർത്തന നിരതരാകുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് മുൻനിരയിലേക്ക് വരേണ്ടി വരും. അതാണ് കാര്യം. ഇതേപോലെ ഈ നമ്മുടെ പത്രോസ് കയറി വരികയാണ്. പത്രോസ് ശക്തനായി കയറി വന്നു. അപ്പൊ യെരുശലേം ഈ കർത്താവിന്റെ കൂട്ടായ്മയുടെ ഒരു ലീഡർഷിപ്പിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അപ്പൊ ലീഡർഷിപ്പിലേക്ക് എത്തുന്നത് ലീഡർഷിപ്പ് സൃഷ്ടിക്കപ്പെടുന്നതാണെന്നുള്ളതാണ്, തിരഞ്ഞെടുക്കപ്പെടുന്നതല്ല, അത് സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഒരു ലീഡർ ഉണ്ടാകുന്നതാണ്, സമൂഹത്തിന്റെ പരിച്ഛേദമാണ് ഒരു ലീഡർ എന്ന് പറയുന്നത്. പത്രോസ് അങ്ങനെയായി. അപ്പോൾ ഈ പത്രോസ് നിർണായകമായ 2 ഘട്ടങ്ങൾ അദ്ദേഹത്തെ ഓർമ്മ വരും. ഒന്ന് ഫിലിപ്പിന്റെ കൈസരിയിലെ സംഭവമാണ്, ഫിലിപ്പിന്റെ കൈസരിയിൽ സംഭവിച്ചത്. 2 ഈ ആളുകൾ പിരിഞ്ഞു പോയൊരു സന്ദർഭമുണ്ട്. കഠിന ഉപദേശമാണ് യേശുവിൻ്റെതെന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ പത്രോസിനോട് ഈ ആളുകൾ പോകുമ്പം സ്വാഭാവികമായിട്ടും നമ്മളെയൊക്കെ വിട്ട് ആളുകൾ പോകുമ്പോഴേക്കും അതൊരു കഷ്ടമാണല്ലോ. അല്പം പ്രാപ്തിയും കഴിവുള്ളവരെല്ലാം പോവാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നാമത് യേശു കട്ടിയാക്കി. കർത്താവ് ഈ മനഃശാസ്ത്രപരമായിട്ട് പെരുമാറുന്നില്ല, നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒരാള് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അവിടെ നിർത്തുന്ന പോലെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ശിഷ്യന്മാർക്കൊരു ചിന്ത, ഇവിടെ കഴിവുള്ളവരൊക്കെ വെറുതെ നിക്കോദിമോസ് വന്നിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരാളുണ്ടായിരുന്ന എന്ത് നല്ലതായിരുന്നു. ഇത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എത്ര വേഗത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. യേശുദേവ് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള കർത്താവിന്റെ രീതി എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഈ മനസ്സറിഞ്ഞ കർത്താവ് പറയാണ്, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ പോക്കോ എന്തൊരു വാക്കാതോ നിങ്ങളൊന്ന് ആലോചിച്ച്. നിങ്ങൾക്കും പോകാൻ മനസ്സില്ലേ? ഒരു ചോദ്യമാണ്. നിങ്ങൾ പോക്കോ, സ്വാതന്ത്ര്യം, ഭയങ്കര സ്വാതന്ത്ര്യം. അപ്പൊ പത്രോസിന്റെ ഒരു വാക്ക് യേശുവിന്റെ കരളലിയിക്കുന്ന ഒരു വാക്കാണ്. ആ കരളിനെ കുളിരണിയിച്ച പദങ്ങളാണ്. ഈ അടുത്തേക്ക് എന്താ പറയാണ്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെയാണ് പോകുന്നത്? ഈ വാക്കിന്റെ ആഴം നോക്കി. മീൻ പിടിച്ചു നടന്നൊരു മനുഷ്യന് ഇത്രയും വലിയ വാക്ക് ആഴത്തിൽ നിന്ന് തപ്പിയെടുത്തു. നിന്റെ പക്കലുണ്ട് ഗുരു, നിത്യജീവന്റെ മൊഴികൾ, അത് നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത്? എങ്ങും പോകാനാവില്ല. അപ്പൊ ഇതാണ് പത്രോസിനെ ഒരു വലിയ മനുഷ്യനാക്കുന്ന വാക്കാണ്. വലിയ മനുഷ്യന്റെ വാക്ക്. ചെറിയ മനുഷ്യന്റെ വലിയ പ്രയോഗം അദ്ദേഹത്തെ വലിയൊരു മനുഷ്യനാക്കി. അതുകൊണ്ട് നിന്നെ വിട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. 2ാമത് പത്രോസിനെ കരുത്തനാക്കിയ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, ഫിലിപ്പിന്റെ കൈസരിയിലെ സംഭവം. ഇതൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാനിത് കൂടുതൽ സൂചിപ്പിക്കാറുണ്ട്. ഫിലിപ്പിന്റെ കൈസരിയ. ഈ കൈസരിയ എന്ന പട്ടണത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഫിലിപ്പിന്റെ കൈസരിയ എന്ന് പറയാൻ കാരണം അന്ന് 2 കൈസരിയ. ഒരു കൈസരിയ എന്നത് നമ്മളുടെ മെഡിറ്ററേനിയൻ കടലിന്റെ അവിടെയാണ്. 2ാമത്തെ കൈസരിയ എന്ന് പറയുന്നത് യെരുശലേമിൽ നിന്ന് 92 മൈൽ വടക്ക് മാറിയാണ് 2ാമത്തെ കൈസരിയ. അപ്പൊ ഈ കൈസരിയ എന്നത് ഹെരോദ ഫിലിപ്പ്, ഹെരോദക്കന്മാരെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. ഒരു കുടുംബ പേരാണ് ഹെരോദാവ് എന്നുള്ള, ഒരാളുടെ പേരല്ല. ഒരാളുടെ പേര് ഫിലിപ്പ്, ഹെരോദ ഫിലിപ്പ് എന്നായിരുന്നു. ഇനി ഒരാളുടെ പേര് ഹെരോദ് മറിയംനെ എന്നൊരാളുണ്ട്. മറിയാമ്മ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു പേര്, ആണുങ്ങളുടെ പേരാ. ഹെരോദ് മറിയംനെ എന്നൊരാളുണ്ടായി. അപ്പോ ഹെരോദ് അഗ്രിപ്പ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ആ കുടുംബ പേരാണ്. അപ്പൊ അതില് ഈ ഹെരോദ ഫിലിപ്പ് അദ്ദേഹം ഒരു പട്ടണത്തിന് തന്റെ ചക്രവർത്തിയായ ആ ചക്രവർത്തിയുടെ പേരിട്ടത് എന്തിനാണെന്ന് വെച്ചാൽ, ഇവിടുന്ന് കിട്ടുന്ന വരുമാനം എല്ലാം കൊണ്ട് ചക്രവർത്തി കൊടുക്കും, നികുതിയെല്ലാം. തന്റെ സ്ഥാനം തെറിക്കാതിരിക്കാൻ. അയാൾ നാട്ടുരാജാവാണ്, എപ്പോ വേണമെങ്കിലും തെറിക്കാം, അതാണ് സ്ഥിതി. അത് വരാതിരിക്കാൻ ചക്രവർത്തിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചക്രവർത്തിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു പട്ടണത്തിലെ നികുതി പിരിച്ചു കൊടുക്കുക മാത്രമല്ല, അയാൾക്കൊരു താല്പര്യം തോന്നി. അയാൾ അവിടെ ഒരു ക്ഷേത്രം കൂടെ പണിതു. ചക്രവർത്തി ഒരു ക്ഷേത്രവും കൂടെ പണിതിട്ട് ചക്രവർത്തിയായ കൈസറെ ആരാധിക്കുന്ന സ്ഥലമായിരുന്നു ഈ പറയപ്പെട്ടത്. അപ്പൊ കൈസറെ ആരാധിക്കുന്ന ഒരു സ്ഥലം, ആ കൈസറെ ആരാധിക്കുന്ന സ്ഥലത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ പറയണം, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ കൈസറുടെ നാമത്തിൽ നിനക്ക് വന്നു. ഇത് പൗരരെല്ലാം പറയണം, നിയമമാണ്. അപ്പോൾ അതൊരു ഭാഗത്ത്. ഇനി അപ്പുറത്ത് മാറിയിട്ട് പാനിയാക്ക് എന്നൊരു ക്ഷേത്രമുണ്ട്. പാനിയാക്ക് ശരിക്കും ഒരു ഗ്രീക്ക് ടെമ്പിളാണ്. ആ ഗ്രീക്ക് ടെമ്പിളിൽ പാൻ ദേവൻ എന്നൊരാളുണ്ട്. PAN, പാൻ ദേവൻ. അപ്പൊ ഈ പാൻ ദേവന്റെ ക്ഷേത്രമാണ് ഇപ്പുറത്ത്. ആ പാൻ ദേവന്റെ ക്ഷേത്രം എന്നുള്ളത് മറ്റൊരു സ്ഥാപനമാണ്. അപ്പം ഇതിന്റെ ഇവിടെ ഒരിടത്ത് പാൻ ദേവനെ കുറിച്ചുള്ള പാട്ടും ആരാധന, അപ്പുറത്ത് കൈസറെ കുറിച്ചുള്ള പാട്ട് ആരാധന. അവിടെ വലിയ കച്ചവടം പൊടി പിടിക്കുക. കൈസർക്ക് വേണ്ടി യാഗവീടം ഉണ്ടാക്കിയിട്ട് കാളക്കൂത്തിനെ ബലി കഴിക്കുക. യേശു ശിഷ്യന്മാർ ഒരു ദിവസം ഇതുവഴി പോവാണ്. അതുവഴി പോകുമ്പോൾ
അവിടെ കയറിയാൽ കൈസറെ വന്നിച്ചോണം, അവിടെ കയറിയാൽ കൈസറാണ് രാജാവ്, കൈസറാണെന്ന് ഞങ്ങളുടെ സൃഷ്ടാവ്, കൈസറുടെ കാരുണ്യമാണ് എൻ്റെ ജീവൻ എന്നൊക്കെ പാടിക്കൊണ്ടിരിക്കണം. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യേശു അങ്ങനെ പാടുമെന്ന്? യേശു അത് കേട്ടിട്ട് അതുപോലെ പറയുമെന്ന്? പറയില്ല. യേശു പറയാത്തത് കൊണ്ട് പത്രോസിനും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. അവർ നോക്കുമ്പോൾ കർത്താവ് ഇതാ ആ എൻട്രൻസ് അങ്ങോട്ട് കയറുമ്പോൾ വളരെ കൂളായിട്ട് കയറും. പത്രോസ് അല്ലേ പുള്ളിക്കാരനും അതുപോലെ കയറി. കാരണം കർത്താവ് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊരു വലിയ ധൈര്യം. ഇന്നലെ നമ്മൾ മറിയയുടെ കാര്യം പറഞ്ഞു. മറിയയ്ക്ക് ഇതൊക്കെ നേരിടാൻ കഴിഞ്ഞെന്താണെന്നറിയണ്ടേ? നമ്മൾ ഉദ്ദേശിക്കുന്ന ടെൻഷനൊന്നും ഇല്ലെന്ന്. എന്താ കാര്യം എന്നറിയാം, അവൾക്ക് ടെൻഷൻ ഇല്ല, കാണുന്നവർക്കൊക്കെ ഒരു ടെൻഷൻ ഇല്ലാത്തതിന്റെ കാര്യം. ശിശു ആണെങ്കിലും കൂടെയുള്ളത് യേശു അല്ലേ, പിന്നെന്തിനാണ് ടെൻഷൻ? കുട്ടി ചെറുതാണെങ്കിലും യേശു അല്ലേന്നേ കൂടെ. യേശു ആണ് മടിയിൽ കിടക്കുന്നത്, യേശു ആ ഉദരത്തിൽ കിടക്കുന്നത്, പിന്നെന്തിനാ ടെൻഷൻ? ഉദരത്തിൽ കിടക്കുന്ന യേശുവിനും ഇല്ലേ ഒരു ശക്തി? യേശു ആണ് കൂടെ ഉള്ളെങ്കിൽ പിന്നെ എന്തിനാകുലത, എന്തിനു ഭാരം? യേശുവിനെ കൊണ്ട് നടക്കുന്നെങ്കിൽ ആകുലത ആവശ്യമില്ല. ഈ കുഞ്ഞിനെ നോക്കിയല്ലേ നമ്മളുടെ ശിമയോൻ പറഞ്ഞത്, ഇപ്പോൾ നാഥാ തിരുവചനം പോലെ അടിയനെ വിട്ടയക്കുന്നു, നാഥാ എന്ന് വിളിക്കാൻ പാകത്തിന് കരുത്തുള്ളവൻ കൈകളിൽ ഇരിക്കുമ്പോ എന്തിനാണ് ഭാരം? ആവശ്യമില്ല. അപ്പൊ ഇതേപോലെ ഈ യേശു കൂടെ ഉണ്ടെങ്കിൽ നമുക്കും പ്രതിസന്ധിയെ ചാടിക്കിടക്കാന്നാ പറഞ്ഞത്. കൈസർ അല്ല ഇനി ആര് നിന്നാലും യേശു ഉണ്ടെങ്കിൽ കൂടെ നമുക്കൊന്ന് കിടക്കാം. ധൈര്യത്തിന്റെ പേരിലല്ല, യേശു കൂടെ ഉണ്ട് എന്നുള്ള ബലമാണ്. ആ ബലത്തിൽ അക്കരെ കിടക്കാം. അപ്പോൾ അവിടെ വെച്ച് യേശു ഒതുക്കിയാണ്, ആട്ടെ ഇവിടെ നമുക്കിപ്പോ കൈസറെ പോഴ്ത്തുന്നു, പാൻദേവനെ പോഴ്ത്തുന്നു, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്നെ ആരെന്ന് പറയും, ഒന്ന് പറയാവോ എന്ന് ചോദിച്ചപ്പോൾ ഒട്ടും ആലോചിക്കാതെ, പൗലൂസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജഡരക്തങ്ങളോടൊന്നും ആലോചന ചോദിക്കാതെ, കമ്മിറ്റി കൂടട്ടെ എന്ന് പറയാതെ, ഒരു കൺസൾട്ടേഷൻ ആരോടും നടത്താതെ ഒരടിയാണ് പത്രോസ്. എന്തൊരു ആക്കമുള്ള പ്രയോഗമാണ്. വാക്കുകളുടെ ആ തൂക്കം ഒന്ന് ആലോചിച്ച് നോക്കുകയും, ഈ മനുഷ്യൻ ഇതൊക്കെ എവിടുന്ന് കിട്ടിയെന്നുള്ളതാണ് അല്ലെ. അത് ഭയങ്കരമാണ്. നമ്മളെ അമ്പരപ്പിച്ചു കളയാണ് പത്രോസ് എന്ന മനുഷ്യൻ. എന്താ പറഞ്ഞു വരുന്നത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എന്തൊരു പ്രയോഗം! അപ്പോൾ പുറത്ത് പറഞ്ഞ് നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. ഇപ്പൊ പറയാ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ ഇങ്ങനെ പറയത്തക്ക ഒരു ആവേശം, ജനങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു പ്രഭാഷണ ചാതുര്യം ഈ മനുഷ്യന് എന്നെവിടെ വെച്ച് കിട്ടി എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെ പത്രോസ് നിർണായകങ്ങളായ 2 പ്രയോഗങ്ങളാണ് യേശുവിനെ പറ്റി നടത്തിയിട്ടുള്ളത്. നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടെന്നുള്ള പ്രയോഗവും, ഇപ്പോൾ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇവയങ്ങോട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ഒരു കമ്മീഷനിങ് അവന്റെ മീതെ തിരിച്ചു കിട്ടും. അപ്പൊ നമുക്കും പറയേണ്ട ഒരു പ്രയോഗം യേശുവിനെ കുറിച്ച് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹെവൻലി കമ്മീഷനിങ്, ഒരു വലിയ ദൗത്യം പിന്നെ ഏൽപ്പിക്കുന്നത്, ഒരു മഹാദൗത്യം. നീ ഒരു വലിയ ദൗത്യത്തിലേക്ക് പോവുകയാണ്. അതിന്റെ കാരണം പറഞ്ഞു, നിനക്കൊരു വെളിപ്പാട് കിട്ടിയിരിക്കുന്നു. ആ വെളിപ്പാട് നിനക്ക് തന്നത് ജഡവും രക്തവും അല്ല. മലയാളത്തിൽ കിടക്കുന്ന ജഡരക്തങ്ങളല്ല, ശരിക്കും പ്രയോഗിക്കേണ്ടത് ജഡം രക്തം ഇവ രണ്ടും അല്ല നിനക്ക് ഈ വെളിപ്പാട് തന്നത്. ജഡം നമുക്ക് ചില അറിവുകൾ തരും. എൻ്റെ അപ്പന്റെ ചില കഴിവുകൾ എനിക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ പിതാക്കന്മാരുടെ കഴിവുകൾ, അത് പൈതൃകമാണ്. അതുപോലെ തന്നെ രക്തത്തിനും ചില കഴിവുകളുണ്ട്. നമ്മുടെ ആർജിത ബുദ്ധി ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കൊണ്ട് ചില അറിവുണ്ട്, ഇല്ലത്തൊന്നുമില്ല. പക്ഷെ പഠിച്ചെടുത്ത കഴിവ് കൊണ്ട് യേശു ആരെന്നറിയാൻ പറ്റില്ല, പൈതൃകം കൊണ്ട് യേശു ആരെന്നറിയാൻ പറ്റില്ല. റെവലേഷൻ കൊണ്ടേ പറ്റുള്ളൂ, വെളിപ്പാട് കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ഒരു വെളിപ്പാട് നിനക്കുണ്ടായി. ആ വെളിപ്പാടുള്ളവനെയാണ് ദൈവമായ കർത്താവ് ഒരു ദൗത്യം ഏൽപ്പിച്ചത്, ഒരു ഉത്തരവാദിത്വം. ഇങ്ങനെ പത്രോസിലൂടെ നമ്മൾ പഠിച്ച് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ എടുത്തു പ്രയോഗിക്കാൻ പാകത്തിന് ചില സവിശേഷതകൾ നമ്മൾ കാണുന്നുണ്ട്, വലിയ ചില സവിശേഷതകൾ. അപ്പോൾ പത്രോസിലേക്ക് വീണ്ടും നമുക്ക് വരാം. അപ്പൊ ഇനി പോകുന്നത് പത്രോസ് എന്ന മനുഷ്യന്റെ ചില അബദ്ധങ്ങളിലേക്കാണ്, തെറ്റിലേക്കാണ്. ആ തെറ്റിലേക്ക്, ഒരു അബദ്ധത്തിലേക്ക് പോയാൽ മതി, ഒരു തെറ്റ്, അത് തന്നെ വലുതാണ്. അത് യേശുവിനെ തള്ളിപ്പറയുന്നു. അപ്പൊ യേശുവിനെ തള്ളിപ്പറയുന്നു എന്നത് ഒരു ഭീകരാവസ്ഥയാണ്. നമ്മളെ ജീവിതത്തിൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശാപം യേശുവിനെ തള്ളിപ്പറയലാണ്, യേശുവിനെ തള്ളിക്കളയലാണ്. അതുപോലൊരു ശാപമില്ല. ഇന്ന് നിസാരമായ ചിലതിനു വേണ്ടി യേശുവിനെ തള്ളിപ്പറയുന്ന മനുഷ്യരെ നമുക്ക് ഈ ലോകത്തിൽ കാണാം. അപ്പോഴും പ്രാണന്റെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറയാത്ത മനുഷ്യരെയുണ്ട്. ഇന്നിപ്പോൾ ഒരു വാർത്ത കണ്ടു, ഒരു പാസ്റ്ററെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും വെള്ളത്തിലിറക്കി മണിക്കൂറിൽ നിർത്തിയിട്ട് അദ്ദേഹം മരിച്ചുപോയി, യേശുവിനെ തള്ളിപ്പറയാൻ വേണ്ടി. ഇതുപോലെ അടുത്ത ദിവസം ഒരു മീറ്റിംഗ് എനിക്കുണ്ട്. അത് ഛത്തീസ്ഗഡിലൊരു ദേവാസനെ വായിൽ നിറയൊഴിച്ചു എന്ന് പറഞ്ഞു, വെടിവെച്ചു, അത് തല തെറിച്ചുപോയി, അങ്ങനെ കൊന്നു പറഞ്ഞു. അതിന്റെ ഒരു മീറ്റിംഗ്, ഒരു പ്രതിഷേധ യോഗമല്ല, ഒരു വിശദീകരണ യോഗം, ഗോസ്പൽ പറയാനുള്ള ഒരു വേദിയായിട്ട് അതിനെ കാണുന്നു.
പ്രസംഗിക്കാൻ അവിടെ വിളിച്ചിട്ടുണ്ട്. നാളെയോ മറ്റോ ആണ്, ഉച്ചകഴിഞ്ഞോ മറ്റോ ആണ്. അപ്പോ പറഞ്ഞു വന്നത്, ഇങ്ങനെ മരിക്കുമ്പോഴും യേശുവിനെ തള്ളാത്ത കരുത്തരുടെ ലോകമാണിത്. അവരാണ് നമ്മുടെ പ്രചോദനം. അപ്പോൾ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ, യേശുവിനെ സ്വീകരിച്ചു എന്ന കാരണത്താൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഇരട്ടി കരുതോടെ നമുക്ക് പോകാൻ സാധിക്കും. ഇനി പിശാചായവൻ നമ്മളെ മാറ്റാൻ ശ്രമിക്കും. ഞാനിവിടെ അനുഗ്രഹീതരായ പിതാക്കന്മാരെ കാണുന്നു, ബഹുമാനപ്പെട്ട എം തങ്കച്ചായൻ അവരെ കാണുന്നുണ്ട്. അതുപോലെ അനുഗ്രഹീതരായ മത്തായി ശങ്കുട്ടി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കർത്താവിദാസനെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ആൻഡ്രൂസ് അച്ഛനെ കാണുന്നുണ്ട്. അങ്ങനെ മുതിർന്ന ദൈവാസന്മാരെ കാണുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, പ്രചോദനങ്ങൾ അവരിലൂടെ അവരൊക്കെ ഇട്ടിട്ട് പോകേണ്ട വലിയ സന്ദർഭങ്ങളുടെ നടുവിൽ ദൈവം കൊടുത്തിട്ടുള്ള ചില പ്രകാശനങ്ങളുണ്ട്. അപ്പോൾ അനുഭവങ്ങളുണ്ട്, ഒറ്റപ്പെടൽ. അപ്പോ നമ്മള് PG വർഗീസ് അവറുകളെ പറ്റി പറഞ്ഞ പോലെ അദ്ദേഹത്തിനൊക്കെ ഈ മിനിസ്ട്രി വലിച്ചെറിഞ്ഞിട്ട് പോരാൻ പാകത്തിനുള്ള ആ തരത്തിലെ ഇടപെടലുകൾ സാത്താന്യ പക്ഷത്തു നിന്നുണ്ട്. അത് ഈ കൊല്ലുന്നതിനേക്കാൾ ഭീകരമാണ്. അണ്ട് ഞാൻ പറയാറുണ്ട്, ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നതിലും ഭയങ്കരമാണ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത്. മരിക്കുന്ന ആളിന് ഒരു നേരത്തെ ആ മരണത്തിന്റെ വേദനയൊക്കെ ഉണ്ട്, സത്യമാണ്. പക്ഷെ ജീവിക്കുന്ന ആൾ ഇരുന്ന് അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി. പക്ഷെ ഭക്തൻ അതും ഒരു ആനന്ദമാണ്. നമ്മള് വചനം പറയും, യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തൊരാനന്ദം ഈ ഭൂവിൽ വാസം. എന്തൊരാനന്ദമാണ് ക്രിസ്തീയ ജീവിതം എന്ന് ആ ഒറ്റപ്പെടലിന്റെ ഒക്കെ നടുവിലാണ് മനസ്സിലാക്കുന്നത്. പക്ഷെങ്കില് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ പറ്റി പറയാ, പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. അത് സഹിക്കാൻ പറ്റണില്ല. ആ ഗിൽറ്റി കോൺഷ്യസ് അതിങ്ങനെ ആക്രമിച്ചു. ഒരു ആക്രമണം റോമക്കാരുടെ ഭാഗത്തൊന്നും ഉണ്ടാകാതെ, തടി കേടാകാതിരിക്കാൻ ചെയ്ത ഒരു ദുഷ്കൃത്യാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതൊരു കണക്കിന് ട്രെയിനിങ് ആണ്. കാരണം ഇയാൾ പണ്ട് ആവേശഭരിതനായിട്ട് പറഞ്ഞൊരു കാര്യം, ആരൊക്കെ തള്ളിയാലും എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല, ഞാൻ നിന്നെ തള്ളിയില്ല. അത് സമർപ്പണമാണ്. അപ്പോഴാ പറഞ്ഞേ, ഒഴിവും മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളി പറയും എന്ന കാര്യം. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞത് നിറവേറുക, നീ എന്നെ തള്ളി. നമുക്ക് എന്റെ കഴിവുകൊണ്ടാണ് എന്ന് തോന്നാതിരിക്കാനും സ്വയം ഒന്ന് ഉടയപ്പെടുമ്പോൾ നമ്മൾ വിനയപ്പെടും, കൂടുതൽ വിനയാന്വിതരായി മാറും. അല്ലെങ്കിൽ നമ്മളിലെ അഹങ്കാരം അങ്ങനെ കയറി വരും. നമ്മൾ പലപ്പോഴും ഈ സാക്ഷ്യം പറയുന്നതിൽ അഹങ്കാരത്തിന്റെ ഒരു ശബ്ദമാണോ എന്ന് സൂക്ഷിക്കാനുണ്ടോ ഒത്തിരി കാര്യം. നമ്മുടെ കൂടെ വന്നവരാരും ഇല്ല, അവർ പലരും പോയി. അത് വിനയത്തിന്റെ ഒരു ഭാഷയിലാണ് പറയുന്നതെങ്കിൽ ദൈവനാമത്തിന് മഹത്വമാകും. എന്റെ കഴിവുകൊണ്ട് പിടിച്ചു നിന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് എന്നാലോചിച്ച് നോക്കി. എന്റെ കഴിവല്ല അതൊക്കെ പിടിച്ചിരിക്കാൻ കാരണം. നമ്മളൊക്കെ നിൽക്കുന്നത് അപാരമായൊരു ദൈവകൃപ കൊണ്ടാണ്, അപാരമായൊരു ദൈവകൃപ. അതിന് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമ്മുടെ മക്കളൊക്കെ ദൈവസന്നിധിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ഞാൻ ഒരു കർത്തദാസന്റെ മകള് പാട്ട് പാടുന്നു. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ പാടാൻ നമ്മുടെ തലമുറ എത്ര പേരോട് ഉണ്ടാകും. ഇതൊക്കെ തള്ളിക്കളയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാലം പോകുമ്പോൾ ക്രിസ്തുവിനെ തള്ളാത്തൊരു മനസ്സ് ഉണ്ടാവുക. പത്രോസ് തള്ളിക്കളഞ്ഞു. ആ ഗിൽറ്റി കോൺഷ്യസ് അദ്ദേഹത്തെ വല്ലാതെ ടോർച്ചർ ചെയ്യും. അതിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ആ വേദന അതിങ്ങനെ ഇരുന്നിരുന്ന് വേദനിക്കുന്ന ഘട്ടത്തിലാണ് ഒരു വാർത്ത വരുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റ്, അടിച്ചടക്കപ്പെട്ടവൻ ഉയർത്തെഴുന്നേറ്റ വർത്തമാനം എല്ലായിടത്തും എത്തി. ഇതാ യേശു അക്ഷരാർത്ഥത്തിൽ വന്ന് തൊട്ടു മുമ്പിൽ നിൽക്കുകയാണ്, അവർക്കൊപ്പം നിൽക്കുകയാണ്. പത്രോസ് അതിദുഃഖത്തോടെ കരയുക, തലതല്ലി മരിക്കാനുള്ളൊരു പ്രവണത വരിക. ഇതിന്റെ ആധിക്യാണ് യൂതയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത്. വയ്യ, സഹിക്കാൻ പറ്റണില്ല, അപാരമായൊരു വേദന. ആ വേദനയ്ക്കൊടുവിലാണ് യേശു വന്നിട്ട് പതുക്കെ പത്രോസായിട്ട് വീണ്ടും ഇണങ്ങി. പത്രോസ് പ്രതീക്ഷിച്ചത് ഇതൊക്കെ ചോദിച്ചൊരു ശിക്ഷയൊക്കെ കൊടുത്തിട്ട് എടുക്കുന്ന, നീ തള്ളിക്കളഞ്ഞല്ലേ. ഇതൊന്നും യേശു ചോദിച്ചേ ഇല്ല, ഈ കാര്യമേ ചർച്ച ചെയ്തു. ഈ തള്ളിക്കളഞ്ഞോന്നൊന്നും ചിന്തിക്കും. നമ്മുടെ കർത്താവ് അങ്ങനെയാണ്. നമ്മൾ ഗൗരവമായിട്ട് എടുത്തൊന്നും കർത്താവ് ഗൗരവത്തിൽ എടുത്തിട്ടില്ല. നമ്മൾ ഗൗരവത്തിൽ എടുത്ത ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കാനെടുത്ത വിഷയം പോലും കർത്താവ് ഗൗരവത്തിൽ എടുത്തിട്ടില്ല. എന്റെ കാരണം അത്രേ ഉള്ളൂ, കർത്താവിന് അത് ചെറിയ കാര്യമാണ്. അതാണോ കാര്യം? അത് നിനക്ക് തന്നിരിക്കും, അതാണോ നിനക്ക് വേണ്ടത്, അതെടുത്തോളൂ. ഇങ്ങനെ പറയുന്ന ലളിതമായ പ്രതികരണമാണ് യേശുവിന്റെ. അപ്പോൾ നമ്മൾ ഈ സ്ട്രഗിൾ ചെയ്തിട്ടൊന്നും അല്ല ഒന്നും കിട്ടുന്നത്. ഇതിൽ പറയല്ലേ, പ്രാർത്ഥിച്ചു മടുത്തു ഇങ്ങനെ പറയുന്നവരെക്കാൾ. എന്തിനാണ് മടുക്കുന്നത്? മടുപ്പിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഈസിയാണ് ആ കാര്യം, അത് എളുപ്പമുള്ളൊരു കാര്യമാണ്. ദൈവത്തിന് അത് വലിയ കാര്യം. പക്ഷെ അത് നമ്മുടെ സമയത്തിന് കിട്ടാന്നില്ല എന്നുള്ള നമ്മുടെ പരിഭവം. പലതും നമ്മുടെ സമയത്തിന് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഇതിൽ മോശമായിപ്പോയി. ദൈവത്തിന്റെ സമയത്തിന് കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല, ഇവിടെ ജീവിച്ചു പോകും. നമുക്ക് ദൈവത്തിന്റെ സമയമാകുമ്പോൾ ആവശ്യമുള്ളത് കിട്ടും. നമ്മുടെ സമയത്തിന് കിട്ടിയാല്
നമ്മൾ ദുരുപയോഗം ചെയ്യും. അതാണ് കാര്യം. അഹങ്കാരികളായിട്ട് മാറും. ഒരു എക്സാമ്പിൾ പറയാം. ഈ ഒരു ഒരു ജോലിയിൽ ഉയർച്ച ചെല്ലുമ്പോഴേ ഒരാൾക്ക് കിട്ടിയാല് അയാൾക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. കുറെ കട്ടവതിലുണ്ട്. അപ്പൊ നമ്മൾ ഇരുന്നങ്ങ് മടുപ്പ് ബാധിച്ച് ഇത് കളഞ്ഞിട്ട് പോകാമെന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ഉയർച്ച വരുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പണ്ടേ ഇത് കിട്ടിയിരുന്നെങ്കിൽ ഇത് എന്റെ കഴിവാണെന്ന് തോന്നി. അപ്പോ അവിടെ ഞാൻ ഓർക്കാറ്, നമ്മളെ കുട്ടികളെയൊക്കെ അവഗണിക്കാറുണ്ട്. പലയിടത്തും കുട്ടികളെ അവഗണിക്കാറുണ്ട്. പെന്തക്കോസ്തൊക്കെയാന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയൊരു അവഗണന. ചില ഇടങ്ങളിൽ ചില സ്ഥാപനങ്ങളിൽ എന്തോ കുറഞ്ഞ ആൾക്കാരായിട്ട് കാണുകയില്ല. പക്ഷെ ഒരു കാര്യം, ഇതേ സ്ഥാപനങ്ങളിൽ ഈ കുട്ടി 2-3 മാസം നിൽക്കുമ്പോഴൊക്കെ കളി അങ്ങ് മാറും. നമ്മുടെ കുട്ടി വളരെ വളരെ പെട്ടെന്ന് അടിച്ചു കയറും. അതിന്റെ കാരണം അവളിൽ ഒരു കരിസ്മ ദൈവം കൊടുത്തിട്ടുണ്ട്. മറ്റാർക്കും കൊടുക്കാത്ത ഒരു നിറവ് അവളിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കയറുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നത് എന്റെ കഴിവായിരുന്നില്ല, എന്നോടുള്ള ദൈവത്തിന്റെ കാരുണ്യം. അപ്പൊ പത്രോസ് ഈ റിക്കൺസിലിയേഷന്റെ ഒരവസ്ഥ തേടുന്നു. പക്ഷെ കർത്താവ് ആ വഴി പോകുന്നില്ല. ഒടുക്കം പിരിയാൻ നേരം കർത്താവ് പത്രോസിനെ വിളിച്ചിട്ട് 3 തവണ ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഇഷ്ടപ്പെടുന്നു? അപ്പൊ പറഞ്ഞു, ഉവ്വ് കർത്താവ്, എനിക്ക് പ്രിയമുണ്ട്. നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഈ 3 തവണ ചോദിച്ചപ്പോൾ പുള്ളിക്കാകെ വിഷമം. കർത്താവ് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, എന്റെ ഹൃദയമാണ് ഞാൻ പറിച്ചെന്ന്. അപ്പൊ പത്രോസിന്റെ മനസ്സിൽ എനിക്കിനി പഴയ പത്രോസ് ആകാൻ പറ്റും, എനിക്ക് പഴയ പോലെ നിന്നെ സ്നേഹിക്കാൻ പറ്റും, നീ എന്നെ തെറ്റിദ്ധരിക്കും, നിന്റെ മനസ്സിൽ എവിടെയോ ഞാൻ സൃഷ്ടിച്ച ഒരു മുറിപ്പാടുണ്ട്. കർത്താവിന് അങ്ങനെ മുറിപ്പാടൊന്നുമില്ല. കർത്താവ് ഒന്നും പക വെച്ചുകൊണ്ടിരിക്കുക. നമ്മളെ പോലും നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ആരോടൊക്കെയോ ഇടപെട്ടതിൽ കുറവുകൾ തോന്നുമ്പോൾ ചില വാക്കുകൾ ഉണ്ടാക്കിയ മുറിവ്, ചില രീതികളിൽ സംഭവിച്ചു പോയ പിഴവ്, വീട്ടിലാണെങ്കിൽ, സഭയിലാണെങ്കിൽ, സമൂഹത്തിലാണെങ്കിൽ അവക്കമായി ഉപയോഗിച്ച ചില പദങ്ങൾ, രീതികൾ, അത് നിമിത്തം ചിലടത്ത് നിന്ന് നിൽക്കാനുള്ള ഒരു പ്രാഗൽഭ്യം കുറഞ്ഞു പോകും. ചിലരോട് സംസാരിക്കാനുള്ള ഒരു പ്രാഗൽഭ്യ കുറവ്, തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടാകുന്ന ഒരു വഴക്ക്, ഇതൊക്കെ നിമിത്തം ഉണ്ടായൊരു മുറിവ് മനസ്സിൽ കിടക്കുകയാണ്. പക്ഷെ ചിലരത് അന്നേരം വിട്ടുകളയും. ഞാനത് വിട്ടുകളഞ്ഞോ, സാരമില്ല, പോട്ടെ എന്ന് പറയും. പക്ഷെ ചിലരത് വിട്ടുകളയുന്നില്ല. അതിങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് വെച്ച് പെരുമാറുക, അത് പകായും കയ്പും ഒക്കെ വെച്ച് പെരുമാറുക, അത് വലിയൊരു മാരകമായ രോഗം പോലെയാണ്. അപ്പൊ കർത്താവ് അങ്ങനെയല്ല, പത്രോസ് ഇങ്ങനെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞ് പക വെച്ചേക്കാണ് ഒന്നല്ല, അങ്ങനെ ഒരിക്കലും കൊടുക്കില്ല. അപ്പോ കർത്താവ് അന്നേരം ക്ഷമിച്ചു, കാരണം അത് നടക്കേണ്ടതാണ്. ഒക്കെ കഴിഞ്ഞ് കർത്താവ് ഇതെല്ലാം കഴിഞ്ഞ് പിരിയാൻ നേരം നല്ല 3 നിയോഗങ്ങളാണ്. നീ എന്തൊക്കെ ചെയ്യുന്നു? എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം, മര്യാദയ്ക്ക് ഇതെല്ലാം നോക്കിക്കോണം. കർത്താവ് പിരിയാൻ പോവാണ്, നീ ഇതെല്ലാം നോക്കിക്കോണം. പത്രോസ് അങ്ങ് നാണിച്ച് തല താഴ്ത്തുന്ന പോലായി. കാരണം നമ്മളും കർത്താവും തമ്മിൽ ഇങ്ങനെ, നമ്മൾ ഈ തെറ്റ് ചെയ്ത് അനാവശ്യം കാണിച്ച് യാതൊരു വിധത്തിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വിധത്തിൽ പോകുന്ന ഒരു മനുഷ്യനായി അധപ്പതിച്ചപ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്വം ഒന്നും അവൻ കുറച്ചില്ല. തമ്പുരാനും തെയ്യാന്ന് പറഞ്ഞു, അതൊക്കെ തന്നു, അതിലുപരിയായി തന്നു. സത്യത്തിൽ നമ്മൾ നമ്മളെ പറ്റി ചിന്തിച്ചാട്ടെ, നമുക്ക് വാസ്തവത്തിൽ അർഹിച്ചല്ലല്ലോ, ഒന്നും അർഹിച്ചല്ല. അതൊരു സത്യമാണ്. അർഹിക്കാത്തതൊക്കെ തന്ന് നമ്മൾ അങ്ങ് വഷളായിപ്പോയി. ചില പിള്ളേര് പറയല്ലേ, അവന് ഇതുപോലെ വാത്സല്യം കാരണം അവൻ ഇതുപോലായത്. അപ്പനും അമ്മയും ചില പറയാ, ആൺപിള്ളേരുടെ കാര്യമാണെങ്കിൽ പറയും, അവരുടെ ആ വീട്ടിലെ അമ്മ അവനെ അതുപോലെ ആക്കിയെന്ന് പറയും. അങ്ങനെ എല്ലാ അമ്മയും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ അമ്മ ഇതുപോലെ ആയിരുന്നു നമ്മളെ കരുതിയേ. അല്ല, ആ അമ്മ മാത്രമല്ല, അവരെ വഷളാക്കിയത് ആ സ്ത്രീ അവനെ അതുപോലെ ആക്കിയേ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ നമ്മളെയൊക്കെ ഒരാളെ വരെ ഇതുപോലെ ആക്കിയത് യേശുവാണ്. കാരണം കർത്താവിന്റെ സ്നേഹം മാത്രം നമുക്ക് തന്നേക്കും. ഇടയ്ക്ക് ഓരോ തല്ലൊക്കെ തന്നിരുന്നെങ്കിൽ നമ്മൾ വഷളാവില്ല. കർത്താവ് അങ്ങനെ തല്ലുന്നേ ഇല്ല. വളരെ വളരെ അതിന്റെ കാരണം തല്ല് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പണിയാ. അത് കർത്താവിനറിയാം. അടി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു പണിയാ. അത്ര വേഗം ഒന്നും അത് തീരുകയില്ല. അതിന്റെ പുറകെ നമ്മൾ ഇച്ചിരി മെടുക്കണം. അത് ഭയങ്കര പാടാണ്. അതുകൊണ്ട് അടി കിട്ടാതെ പോകാനായിട്ടാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പത്രോസ് ഓർത്തൊരു അടി കിട്ടിയില്ലെന്നെങ്കിൽ കുഴപ്പമില്ല, അടിച്ചെങ്കിലും എനിക്ക് ഒന്ന് റിക്കൺസിലിയേറ്റ് ചെയ്യായിരുന്നു, എന്റെ ആ വേദനയൊക്കെ ഒന്ന് മാറിയത്. പക്ഷെ ഇതൊന്നും പറയാം, അതൊരു അനുഗ്രഹം. അടി പ്രതീക്ഷിച്ച ഇടത്ത് ഒരു അനുഗ്രഹം, ശിക്ഷ പ്രതീക്ഷിച്ച ഇടത്ത് ഒരു കെയർ. ഇതിന്റെ പേരാണ് ദൈവകൃപ. ആ ദൈവകൃപയാണ് പത്രോസ് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പത്രോസ് പിന്നെ അങ്ങോട്ട് പോവാണ്. ഇതിന് ശേഷം കുഴപ്പക്കാരനൊന്നുമല്ല, അങ്ങ് പോവാണ്. അത് വളരെ ആവേശഭരിതനായി പോകും. പിന്നെ നമ്മൾ കണ്ടത്, പണ്ട് ഒരു സ്ത്രീയുടെ മുമ്പിൽ യേശുവിനെ തള്ളിക്കളഞ്ഞ മനുഷ്യൻ ഏതാണ്ട് 50 ദിവസം കൊണ്ട് കഴിഞ്ഞു. ഡേ ഓഫ് പെന്തക്കോസ്റ്റ് 50-55 ദിവസം മുമ്പ്, 52 ദിവസം മുമ്പ് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച്, നീ പറയുന്ന എനിക്ക് തിരിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ, സേവകന് നേരെ പ്രശ്നമുണ്ടാക്കിന്റെ ഒക്കെ പേര് പ്രതിസന്ധി നേരിട്ടൊരു മനുഷ്യൻ, ആ പുള്ളിതാ ഇപ്പൊ ഇവിടെ നിന്നിട്ട്
ഒരു പ്രസംഗം. സഭാ ചരിത്രത്തിലെ ആദ്യത്തെ പ്രസംഗത്തിന്റെ ഇനാഗുറേഷനാണ്. ആദ്യത്തെ പ്രസംഗം തുടങ്ങാം. ഞാനും നിങ്ങളല്ല ഇന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രസംഗം, ചർച്ച് രൂപവൽക്കരിച്ച ശേഷമുള്ള ആദ്യത്തെ പ്രസംഗം പറയാൻ ദൈവം ഈ മനുഷ്യനെ പോകും. പത്രോസ് പന്തിരുവരോടെ എഴുന്നേറ്റ് നിന്നു. ഈ പ്രസംഗം തന്നെ സഭാചരിത്രത്തിലെ ആദ്യത്തെ പ്രസംഗം തന്നെ ഒരു ഖണ്ഡന യോഗമാണ്, ഒരു സ്ഥിരീകരണ യോഗമാണ്, ഒരു അപ്പോളജറ്റിക് യോഗമാണ്, ഒരു വിശ്വാസ സമർത്ഥന യോഗമാണ്. ആ യോഗത്തിൽ പത്രോസ് എന്ന മനുഷ്യൻ ചെന്നിട്ട് വചനം പറഞ്ഞ് പ്രസംഗിച്ചിട്ട് ഇത് പകല് 12 മണി നേരമേ ആയിട്ടുള്ളൂ, അവർക്ക് കാര്യമെല്ലാം പറഞ്ഞിട്ട് വീഞ്ഞു കുടിച്ചിട്ടല്ല ഈ കാര്യം, എല്ലാം പറഞ്ഞങ്ങോട്ട് ഉറപ്പിച്ചിട്ട് പറയാണ് ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനത്തിന്റെ നിവൃത്തി അത്രേ. അപ്പോ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഇതിലെ ഒരു സംഭവം കേൾക്കട്ടെ. ഇതൊക്കെ റബിമാരുടെ പണിയായിരുന്നു. വചനം കിടക്കുന്ന എവിടെയാ അത് കൂട്ടി യോജിപ്പിച്ച് എഴുതി അങ്ങനെ കണ്ടുപിടിക്കുന്ന പതിവ് റബിമാരുടേതായിരുന്നു. ഇദ്ദേഹം അങ്ങനെ എന്തെന്നാലോചിച്ച് പഠിപ്പ് കാര്യമായിട്ടില്ലാത്ത, മീൻ പിടിച്ചുപജീവനം കഴിക്കുന്ന, പണിയെടുക്കുന്ന, കടലിൽ വല വീശുന്ന ഒരു മനുഷ്യൻ യോവേൽ പ്രവചനം ഇട്ട് കൈകാര്യം ചെയ്യാണ്. അതിട്ടിട്ട് ഒരു സംഭവത്തെ കണക്ട് ചെയ്ത് തെളിയിക്കുകയാണ്. റബിക്ക് സാധിക്കാതെ പോയത് ഒരു പാവം മനുഷ്യനിലൂടെ സാധിച്ചുകൊണ്ട് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രഭാഷകൻ നീ ആയിരിക്കണമെന്ന് ദൈവം പദ്ധതി ഇട്ടു. അപ്പൊ ദൈവം ഇട്ട പദ്ധതി തകർക്കാൻ, ലോകത്ത് നമ്മളെക്കുറിച്ച് ദൈവത്തിനിട്ട പദ്ധതി തകർക്കാൻ ആർക്കും സാധിക്കില്ല. അതിന് പ്രായവും സാഹചര്യവും പൂർവ്വകാലങ്ങളും ഒന്നും ഒരു വിഷയമല്ല. ഇന്നലെ തള്ളിപ്പറഞ്ഞു നോർത്ത പ്രോഗ്രാമിൽ നിന്ന് ഒഴിവാക്കിയൊന്നുമില്ല. ആ പ്രോഗ്രാം അദ്ദേഹത്തിന് തന്നെ കൊടുത്തു. എന്നിട്ട് പ്രസംഗിച്ചോളാൻ പറഞ്ഞു. പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഒരു തകർപ്പ്, എന്തൊരാവേശമാണ്. അപ്പൊ ഒരു ഫാസ്റ്റ് നമ്പറിലും കൂടെ പ്രസംഗിച്ചു പോയിട്ട് പറയാ, നിങ്ങൾ ക്രൂശിച്ചു വന്ന ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നതിന് ഞങ്ങൾ സാക്ഷികൾ. പഴയ ചോർന്നു പോയ ധൈര്യമൊക്കെ ആ ഇരട്ടി ബലത്തോടെ ധൈര്യം സംഭരിച്ച് കരുത്തനായി മാറുന്ന പത്രോസിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പിന്നെ പത്രോസിനെ പറ്റിയുള്ള മറ്റൊരു കാര്യം, അദ്ദേഹം അധികമൊന്നും ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. പക്ഷെ ഈടുറ്റ 2 ലേഖനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈടുറ്റ 2 ലേഖനം അത് പിന്നെ അമ്പരപ്പിച്ച് എഴുത്താണ്. സത്യം പറഞ്ഞാൽ വായിച്ചു നോക്കണം. പത്രോസ് എന്ന മനുഷ്യനെ നമ്മളോട് പറയുന്നത് ശരിക്കും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുന്നതിനെ പറ്റി, ഭൂമിയും അതിന്റെ പണിയും വെന്തുപോകും എന്നൊക്കെ പറയുന്നത്. ഈ മൂലപദാർത്ഥം, എലമെന്റ്സ്, ആറ്റം വിഭജിക്കപ്പെടുമെന്നൊക്കെയുള്ള, വിഭജിക്കാനാവില്ല എന്ന ശാസ്ത്ര നിഗമനം, ആറ്റം വിഭജിക്കാം, അതുവഴി വലിയ ഫ്യൂഷൻസ് ഉണ്ടാക്കാം, ഇതൊക്കെ കണ്ടു. നമ്മൾ അതിന്റെ ആ സംഭവമൊക്കെ അറിയാമല്ലോ. നമുക്ക് ശാസ്ത്രീയമായിട്ട് മനസ്സിലാകുന്നത് അങ്ങനെ ആറ്റത്തിൽ നടത്തുന്ന ആ അതിശക്തമായ കേന്ദ്രീകൃതമായ ആ പവർ പ്രയോഗിച്ച് ഉണ്ടാക്കുന്ന വിഭജനം, അതാണ് സത്യത്തില് നമ്മുടെ പിൽക്കാലത്ത് ഐൻസ്റ്റൈൻ്റെ ഒക്കെ തിയറി, എനർജിയെ പറ്റിയൊക്കെ ഉള്ള ഗവേഷണം, പഠനം, ഐൻസ്റ്റൈനൊക്കെ കൊണ്ടുവന്ന ചിന്തകളുണ്ടല്ലോ, ആറ്റം ബോംബിന്റെ ഒക്കെ ആ നിർമ്മാണ രഹസ്യം, അതിന്റെ തിയറി, ഇതൊക്കെ ആധുനിക ശാസ്ത്രം രൂപപ്പെടുന്നതിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു ലോകത്തെ മുൻകൂട്ടി കണ്ടിട്ട് പറയാണ്, ഭൂമിയും അതിന്റെ പണിയും ബന്ധും. ഇന്ന് ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാരകായുധങ്ങൾ എങ്ങനെ വിന്യസിക്കപ്പെടുമെന്നും ഭൂമിയുടെ ഘടനയെ അതെങ്ങനെ ബാധിക്കുമെന്നും ഒക്കെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലത്ത് ഭൂമിയും അതിന്റെ പണിയും ബന്ധുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഇങ്ങനെ കൃത്യം പറയാൻ ഒരു സാധു മനുഷ്യനെ ദൈവം കരങ്ങളിൽ എടുത്തു. അപ്പൊ ദൈവത്തിന്റെ കാര്യം എന്ന് പറയുന്നത് ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ആ 2 ലേഖനങ്ങൾ മഹത്തരമാണ്. അത് ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കാവുന്ന 2 ലേഖനങ്ങളാണ്, മഹത്തര സൃഷ്ടികളാണ്. ഈ മനുഷ്യനാണോ ഇതൊക്കെ എഴുതിയത് എന്ന് നമുക്ക് തോന്നുമാറ് അത്ഭുതമാണ്. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചാൽ നമ്മളൊരു അത്ഭുത വിഷയമായി കൊണ്ടിരിക്കും. ദൈവം നമ്മളെ ഉപയോഗിച്ചാൽ നമുക്ക് തന്നെ തോന്നും ഇത് നമ്മാണോ ചെയ്തത് എന്ന് തോന്നുമാറ് നമ്മളെ അനിയന്ത്രിതമായി അവിടെ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കഴിവുകൾക്കപ്പുറത്തേക്കാണ് നമ്മളുടെ അത്തരം സാധ്യതകളുടെ ഒരു പ്രവാഹം. ഇത്രയും ശക്തിമത്തായ ലേഖനം വീണ്ടും ഈ പത്രോസ് നമുക്കൊരു നല്ല ആഹ്വാനം തരും. അതില് 4:16 പത്രോസ് പറയാണ്, ക്രിസ്ത്യാനി ആയിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അത്രയേ വേണ്ടത്. എന്തൊരു പ്രയോഗമാണ്. സത്യത്തിലെ ഈ ക്രിസ്ത്യാനി എന്ന പദം തന്നെ അപൂർവമായിട്ടാണ് ബൈബിളിൽ കിടക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവം. 3 തവണയുള്ള അപൂർവം എന്ന് പറഞ്ഞാൽ 3 റെഫറൻസ് ക്രിസ്ത്യാനി എന്ന് ബൈബിളിലുണ്ട്. ഒന്നാമത്തെ പദപ്രയോഗം എനിക്ക് തോന്നുന്നത് 11:26 അപ്പോസ്തല പ്രവൃത്തിയിലാണ്. രണ്ടാമത്തെ 26:28 മൂന്നാമത്തെ പ്രയോഗം 1 പത്രോസ് 4:16 റെഫറൻസുകൾ കുറിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാം. 11:26 ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, ദെൻ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് 26:28. മൂന്നാമത്തെ പ്രയോഗം കിടക്കുന്നത് 1 പത്രോസ് 4:16 ഈ 3 ഇടത്തെ ക്രിസ്ത്യൻ എന്ന പ്രയോഗമുള്ളൂ, ക്രിസ്ത്യാനി എന്ന പ്രയോഗമുള്ളൂ. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി എന്ന് 11:26
നീ എന്നെ ക്രിസ്ത്യാനിയാകാൻ സമ്മതിപ്പിക്കുന്നു എന്ന് രാജാവ് പൗലോസിനെ പറ്റി അഗ്രിപ്പ പറയുന്ന ഭാഗം രണ്ടാമതും. മൂന്നാമത്തെ ഭാഗമാണ് ഇപ്പൊ വായിച്ചത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുതെന്ന് പറയുന്ന പത്രോസ് ഒരു തിരിച്ചറിവ് കൂടിയാണ്. തനിക്ക് അങ്ങനെ കിട്ടിയ ഒരു ചാൻസ് കളഞ്ഞു. പണ്ട് ക്രിസ്തുവിന്റെ ദാസനാണെന്ന് അറിയുമ്പോൾ തന്നെ പീഡിപ്പിക്കുമെന്നുള്ള ഒരു അറിവ് അന്നുണ്ടായിരുന്നു. ആ അറിവ് നിമിത്തം തള്ളിപ്പറഞ്ഞു, പേടി നിമിത്തം തള്ളിപ്പറഞ്ഞ. പക്ഷേ അതൊരു ചാൻസ് ആയിരുന്നു. അവൻ ആ ചാൻസ് കളഞ്ഞു. നമ്മളൊക്കെ എത്ര ചാൻസ് കളഞ്ഞു. യേശുവിന് വേണ്ടി ധീരതയോടെ നിൽക്കാൻ പറ്റിയ എത്ര ചാൻസുകൾ ജീവിതത്തിൽ കളഞ്ഞു എന്ന് ആലോചിച്ച് നോക്കിയട്ടെ. നമുക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുന്ന അവസരങ്ങൾ ദൈവം തരുന്നതാണ്. ഈ ഒരു അവസരം ഇതാ പത്രോസ് എന്ന മനുഷ്യൻ, അദ്ദേഹത്തിന് ഇതുപോലൊരു അവസരം കൈവന്നു. ആ ഒരു അവസരത്തെ കുറിച്ച് കൂടി നമുക്കൊന്ന് പറഞ്ഞ് ഇന്നത്തെ ചിന്തകൾ പര്യവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ക്ഷമിക്കണം, അത് ആ ഒരു വഴിക്കൂടെ ഒരല്പനിമിഷം ഒന്ന് വരുന്നു, നേരെ എത്തുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഈ പത്രോസ് എന്ന മനുഷ്യൻ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. ഏറ്റവും നിർണായകമായ ഒരു സംഭവം. അദ്ദേഹത്തിന്റെ ഇതൊരു ചരിത്രമാണ്. ഒരു ഹിസ്റ്റോറിക്കലി ട്രഡീഷണലി ഒക്കെ വിശ്വസിച്ച് പോരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ജെറുസലേമിലെ ചർച്ചിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഈ ജെറുസലേമിലെ ചർച്ചിൽ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം അത് യഹൂദന്മാർക്കിടയിലാണ് പ്രവർത്തനം. ആ ചർച്ചിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് വാർത്ത പറക്കുക, പൗലൂസ് കൊല്ലപ്പെട്ടു, യാക്കോബ് പണ്ടേ കൊല്ലപ്പെട്ടു, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു വന്നു, യോഹന്നാൻ എവിടാന്ന് അറിയില്ല, സുവിശേഷ പ്രചരണാർത്ഥം അവിടെ ഇല്ല, ശിഷ്യന്മാരാരും അടങ്ങില്ല, കല്ലേറിനാൽ കൊല്ലപ്പെട്ടവർ, വാളിനാൽ വെട്ടപ്പെട്ടവർ, അങ്ങനെ പലതരത്തില് ദാരുണ മരണത്തിന് വിധേയരായ നിരവധി പേരുടെ ചരിത്രം അവിടെ പ്രചരിച്ചു. അതുകൊണ്ട് പേടിയൊന്നുമില്ല, അവർക്ക് ആവേശമാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന പ്രാർത്ഥനാ മധ്യത്തിൽ അദ്ദേഹത്തിന് ഒരു അറിയിപ്പ് കിട്ടി, നമ്മുടെ പത്രോസും കൊല്ലപ്പെടാൻ പോകും. പത്രോസ് ബാബിലോണിൽ വെച്ച് പ്രസംഗിച്ച് മരിക്കാൻ പോകുന്നു, രക്തസാക്ഷിയായി കൊല്ലപ്പെടും എന്ന് അറിവ് കിട്ടി. പത്രോസിന് പേടിയൊന്നും വന്നില്ല. പക്ഷെങ്കിൽ ആ ചർച്ചിൽ നല്ല ബുദ്ധിമാന്മാരായ ആളുകളുണ്ടാകും, ഇവരുള്ള കമ്മിറ്റി അംഗങ്ങളുണ്ട്. അവര് പറഞ്ഞു, ഒരു ചെറിയ പ്രശ്നമുണ്ട് സാർ. എന്താ പ്രശ്നം? പ്രശ്നം യേശുവിനെ നേരിട്ട് കണ്ട ആളുകൾ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല, അപ്പോസ്തലന്മാര്. അങ്ങാണ് ഇത് ഞങ്ങളിടയിലുള്ള ഒരാൾ. യോഹന്നാൻ എഴുതോ ഒഴുകി പോയി, യാക്കോബിനെ കൊന്നു, പിൽക്കാലത്ത് നമുക്കൊപ്പം കൂടിയ പൗലൂസിനെ ശിരച്ഛേദം ചെയ്തു. ജീവിച്ചിരിക്കുന്ന യേശുമായി ലിങ്ക് ചെയ്യിക്കുന്ന ആ കണ്ണി അങ്ങാണ്, ആ കണക്ഷൻ തരുന്ന ആള് അങ്ങാണ്. നമുക്കിന്ന് ഈ ചർച്ച വലിയൊരു ചർച്ചല്ല, ഇതിനൊരു ഓർഡർ ഒന്നും ആയിട്ടില്ല, വിശ്വാസികൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പുറത്ത് യഹൂദമതം കരുത്തോടെ നിൽക്കുന്നു, ഇപ്പുറത്ത് റോമൻ ഭരണകൂടം ആയുധം എഴുതി നിൽക്കുന്നു. ഇപ്പൊ അങ്ങ് മരിച്ചാൽ ഈ പ്രസ്ഥാനത്തിന്റെ ഭാവി അവതാളത്തിലാണ്. അതുകൊണ്ട് ഇപ്പൊ ഇതിന് പോകും. ഏറ്റവും ബുദ്ധിപരമായ വാക്കുകളായി കേട്ടു. പക്ഷേ ഇത്തരം ബുദ്ധിക്ക് പിന്നാലെയാണ് നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ. ഈ പറഞ്ഞ എല്ലാം ബുദ്ധിയാണ്, വളരെ കറക്റ്റുമാണ്. പക്ഷെ വാസ്തവത്തിൽ ഓർക്കേണ്ടത്, ദൈവത്തിന്റെ വേല നിലനിൽക്കുന്ന ഒരുത്തനെ ആശ്രയിച്ചല്ല. നമ്മുടെ ഒരു തോന്നലാണ്, ഇന്നാല് പോയാൽ ഇത് തീരും, ഇന്നയാളാണ് അതിന്റെ മെയിൻ. നമുക്കും തോന്നരുത്, ആർക്കും തോന്നരുത്. അയാൾ പോയാലും വന്നാലും ദൈവത്തിന്റെ വേല നിലനിൽക്കണം. അങ്ങനെ വേണം അതിന്റെ കൺസ്ട്രക്ഷൻ, അങ്ങനെ വേണം അതിന്റെ രൂപകൽപ്പന, ആ ഡിസൈനിങ് അങ്ങനെ വേണം. എന്തായാലും പത്രോസ് വഴിപ്പെട്ടു, അതിൽ വശപ്പെട്ടു. ശരിയാണല്ലേ? ഞാനിപ്പോ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്ഥാപനം ഡിസോർഡർ ആകും, ആ കൊളാപ്സ് ആകും കാര്യം. അപ്പൊ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ആ വാക്കുകൾ അനുസരിച്ചു. അന്ന് പ്രാർത്ഥിച്ചുറങ്ങുകയാണ്. പ്രാർത്ഥിച്ചുറങ്ങുമ്പോൾ ഒരു ദിവ്യ ദർശനം കാണാം, ഒരു മനോഹര ദർശനം. ആ ദർശനം ഒരു നല്ല വെള്ളി വെളിച്ചം തന്റെ കണ്ണുകളുടെ മുമ്പിലൂടെ അടുത്തു വരും. ആ വെളിച്ചത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ അവിടെ ഇതാ ഒരു വ്യക്തിയെ കാണും. സൂക്ഷ്മതയോടെ നോക്കിയപ്പോൾ അത് കർത്താവാണ് എന്നറിഞ്ഞപ്പോൾ അത് പത്രോസിന് വലിയൊരു ആകാംക്ഷ. കാരണം കർത്താവ് അടുത്തേക്ക് വരികയാണ്. അടുത്തേക്ക് വന്നു സൂക്ഷ്മതയോടെ നോക്കിയപ്പോൾ കർത്താവിന്റെ കയ്യിൽ ഒരു തടിക്കഷണം, കുരിശിന്റെ ഒരു ഭാഗമാണ്, അതിന് ചുവന്നുകൊണ്ടാവും. അപ്പോൾ പത്രോസ് ഓർത്ത്, ഇത് എന്താണ് കളി? നല്ല തേജോവലയത്തിൽ കർത്താവ് ഇതാ നടന്നു വരുന്നു, കയ്യില് ക്രൂശിക്കപ്പെടാനുള്ള തടിയുണ്ട്. ഏതായാലും ചോദിച്ചറിയാം, അടുത്തോട്ടല്ലേ വരുന്നത്. അടുത്തോട്ട് വന്ന കർത്താവ് പത്രോസിനെ മൈൻഡ് ചെയ്യാതെ പോവാ. മുമ്പിൽ വന്നിട്ട്
അനങ്ങാതെ പോകുമ്പോഴേക്ക് പത്രോസ് പറയും, കർത്താവേ ഇത് ഞാനാണ്. കർത്താവ് മൈൻഡ് ചെയ്യും, പിന്നെയും പോവാണ്. അപ്പൊ പത്രോസ് കുറേ നടന്നിട്ട് പറയും, കർത്താവേ പോകല്ലേ കർത്താവ്, ഇത് അടിയനാണ്, നിന്റെ പത്രോസ്, നീ പോകല്ലേ. ആ രംഗം ഒന്ന് ആലോചിച്ചു. കർത്താവ് നമ്മളെ കണ്ട് അവഗണിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി ഇരുന്നിട്ട് കാര്യം എന്തൊരു വേദനയാണ്. കർത്താവ് നമ്മളെ കണ്ട് അവഗണിച്ചു പോകുന്നു, സഹിക്കാൻ പറ്റണില്ല. മനം നൊന്ത് വേദനിച്ച പത്രോസ് ഉറക്ക കരഞ്ഞിട്ട് പറഞ്ഞു, പോലേ കർത്താവ്, അങ്ങ് പോലേ കർത്താവ്, അങ്ങ് എന്നോട് മിണ്ടാതെ പോകുന്നത് ശ്വാസം മുട്ടും പോലെയാണ്, പ്രാണവായു കിട്ടാത്ത പോലെയാണ് അങ്ങ് മിണ്ടാതെ. കർത്താവ് ഒന്ന് തിരിഞ്ഞിട്ട് പറഞ്ഞു, നീ പത്രോസാന്ന് മനസ്സിലായി, നിന്നെ മനസ്സിലാക്കാതെ പോയതല്ല, സമയമില്ല പത്രോസ്, നമുക്ക് കാണാം, എനിക്ക് ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു പോവാൻ. അപ്പോൾ ചോദിച്ചു, കർത്താവ് എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോകുന്നു, എന്ത് ഉത്തരവാദിത്വം? പത്രോസ്, ഒന്നിനും എനിക്ക് സമയമില്ല, നീ എനിക്ക് വേണ്ടിയിട്ട് ബാബിലോണിൽ പോയി പ്രസംഗിച്ച് മരിക്കും എന്ന് ഞാൻ നിശ്ചയിച്ചു. പക്ഷെ പോകാൻ മനസ്സില്ലാതെ വരുമ്പോ പകരം നിനക്ക് പകരമായിട്ട് ക്രൂശിക്കപ്പെടാൻ, ഒന്നുകൂടി ക്രൂശിക്കപ്പെടാൻ ഞാൻ ബാബിലോണിലേക്ക് പോകുന്നു എന്ന്. ഇത് കേട്ട് പത്രോസിന്റെ ഉള്ളം നൊന്തു. അദ്ദേഹം ആ ജീവിതത്തിന്റെ ദ്രുതഗതി അവിടെയും കാണിച്ചു. ചാടി ഉണർന്ന് റെഡിയായിട്ട് രാത്രിയെ വകവയ്ക്കാതെ സഭാമക്കളെയൊക്കെ വിളിച്ചുണർത്തി യാത്ര ചോദിച്ച് ബാബിലോണിലേക്ക് യാത്ര ആരംഭിച്ചു. പ്രസംഗിച്ചു, സധൈര്യം പ്രസംഗിച്ചു. ഇന്ന് ഇറാഖ് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണല്ലോ ബാബിൽ. ഈ മേഖലകളിലൊക്കെ പ്രസംഗിച്ചു എന്നാണ്. പ്രസംഗിച്ച അനന്തരം അദ്ദേഹത്തെ തേടി ക്രൂശ് മരണത്തിന്റെ വിധി വന്നു. അത്തരം വിധി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. ഈ കൊല്ലുവെന്ന് ഉറപ്പായി കഴിയുമ്പോൾ സമനില തെറ്റിപ്പോകുന്ന മനുഷ്യർ, ഈ തൂക്കിലേറ്റുന്നവരും തലവെട്ടുന്നവരെയൊക്കെ സമനില തെറ്റും. മരണത്തെക്കുറിച്ചുള്ള ഉത്കടമായ ഭീതിയാണ്. അലറിക്കരയുന്നവരുണ്ട്. ചിലരാകട്ടെ മരണം വിധിച്ച ആളുകൾക്ക് നേരെ ചീത്ത പറയും, അനാവശ്യങ്ങൾ വിളിച്ചു പറയും, ഭീകരമായ വാക്കുകൾ ഉദ്ധരിക്കും, വയലന്റ് ആവും. അതൊരു മനോനിലയുടെ തെറ്റിപ്പോക്കാണ്. പക്ഷെ പത്രോസിനെ ക്രൂശിക്കാൻ വന്ന ആളുകളുടെ പടയാളികൾ അടിയിലേക്ക് വരുമ്പോൾ പത്രോസ് നിർവികാരതയോടെ അവരെ നോക്കിയിട്ട് പറഞ്ഞു, സാറേ ഒരു ചെറിയ അപേക്ഷ ചെയ്തു തരുമോ, നിങ്ങൾ എന്നെ കൊല്ലല്ലേ. അപ്പൊ ഒരു പടയാളി ചോദിച്ചു, നിനക്ക് എന്താ വേണ്ട പറയൂ, ഭക്ഷണമാണോ, നിനക്ക് എന്താ ആഗ്രഹം കേൾക്കട്ടെ. അതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. മരിക്കാൻ തുടങ്ങുന്ന മനുഷ്യന്റെ ചെറിയ ആഗ്രഹങ്ങൾ പറ്റുന്നൊക്കെ സാധിച്ചു കൊടുക്കും. നമ്മുടെ രാജ്യത്തും അങ്ങനെയൊക്കെ നിയമമുണ്ട്. ചെറിയ ആഗ്രഹങ്ങൾ അത് സാധിച്ചു കൊടുക്കുക, പറ്റുന്ന ആഗ്രഹം ഒക്കെ സാധിച്ചു കൊടുക്കുക. നല്ല ഭക്ഷണം ചോദിച്ചാലോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അതിലും പത്രോസിന്റെ ആഗ്രഹം ഇതായിരുന്നു, നിങ്ങൾ എന്നെ ക്രൂശിക്കുമ്പോഴേക്ക് എന്റെ ക്രൂശിൽ ഞാൻ കിടക്കുന്ന രംഗം കണ്ടിട്ട് നാളെയുടെ ചരിത്രം എഴുതും. യേശുവിന്റെ അരുമ ശിഷ്യനായ പത്രോസ് ഇതാ യേശുവിന് സമശീർഷനായി തുല്യനായി ക്രൂശിക്കപ്പെട്ടപ്പോൾ ചരിത്രം ആവർത്തിക്കുന്നു. ഇത് ഒരു അപകടമുണ്ടാകും. നാളെയുടെ ലോകം വിളിച്ചു പറയും, പത്രോസ് യേശു ഒരുപോലെ ക്രൂശിൽ മരിച്ചു. പത്രോസിന്റെ ആ സമാനതകളിലൂടെ യേശുവിനെയും തന്നെയും തമ്മിൽ സമാനതകളിലൂടെ ലോകം ചിത്രീകരിക്കാൻ ഇടവരും. പാടില്ല. നിങ്ങൾ ഈ മരക്കമ്പിൽ എന്നെ ക്രൂശിക്കുമ്പോൾ എന്റെ തല താഴെ വെച്ചിട്ട് തല കീഴായി ക്രൂശിക്കണം. ലോകം പറയട്ടെ, മഹാനായ എന്റെ ഗുരുവിന്റെ പാദം ചുംബിച്ച് ഞാൻ തലകീഴായി കിടക്കുന്നു. അങ്ങനെ പത്രോസ് ആ മരണത്തിലും കാട്ടി ആ ദ്രുതഗതി. ഞാൻ നിങ്ങളുമൊക്കെ വിവരക്കേടെന്ന് വിളിച്ച ആ വെള്ളത്തിലെടുത്തുള്ള ചാട്ടം, ആ വെള്ളത്തിന്റെ മീതെയുള്ള നടപ്പ്, വാക്കുകളിൽ സൂക്ഷിക്കേണ്ട ആ കാര്യങ്ങളിലൊന്നും പക്വത കാണിക്കാത്ത ആ മനസ്സ്, ആ ചാവല്യം ഒരിക്കൽ കൂടി ഇവിടെയും പ്രകടമാക്കി. പലപ്പോഴും ആ എടുത്തുചാട്ടം തെറ്റുകളിലേക്കും പരിഹാസത്തിലേക്കും നയിച്ചെങ്കിൽ ഇവിടെ ഈ എടുത്തുചാട്ടം, ഈ ചാവല്യം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സ്വഭാവം ആ മനുഷ്യന്റെ ജീവിതത്തിൽ യേശുവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രസന്റേഷൻ, ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, സഭാചരിത്രത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആ സമർപ്പിത ജീവിതത്തിന്റെ പ്രതികരണം അങ്ങനെ ഉളവായെങ്കിൽ ഇവരൊക്കെയാണ് കർത്താവിന്റെ മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രചോദനം. അങ്ങനെ പത്രോസ് ക്രൂശിക്കപ്പെട്ടു. പൗലൂസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയി. സ്തോത്രം. അപ്പോ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആകുന്ന ആ ഉദാത്തമായ പ്രക്രിയയ്ക്ക് അവിടുന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുക. തന്റെ തുടക്കം ബേസൈദ കടൽക്കരയിലെ ഒരു സാധാരണ മുക്കുവക്കൂടിൽ നിന്ന് യാത്ര തിരിച്ച് സുവിശേഷത്തിന്റെ വൈജയന്തികൾ പാറിക്കളിക്കുന്ന മഹത്തരമായ ഒരു സംസ്കാരത്തെ ഉലകത്തിന്റെ മുമ്പിൽ കൊണ്ടെത്തിക്കാൻ
ഈ പൗലോസും പത്രോസും ഒക്കെ മരിക്കുമ്പോഴേക്ക് നമുക്കറിയാൻ പറ്റുന്നുണ്ട് സുവിശേഷം അതിശക്തമായി വ്യാപിച്ചു കഴിഞ്ഞു. അവരുടെ മരണകാലം കേവലം 10-30 കൊല്ലം അവർ പ്രവർത്തിച്ചുള്ളൂ. മൈക്കില്ലാത്തൊരു കാലത്ത്, നോട്ടീസ് അടിക്കാൻ പറ്റാത്ത കാലത്ത്, സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു കാലത്ത്, ഇത്രയും ബന്ധങ്ങളില്ലാത്ത കാലത്ത്, ഫണ്ട് പിരിക്കാനൊന്നും കഴിയാത്ത കാലത്തെ, ബൈസ്കൂൾ ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാലത്തെ മൂടു ലോകത്തിലും സുവിശേഷത്തിന്റെ പ്രസിദ്ധി കൊണ്ടെത്തിക്കാൻ ഈ ദുർബല മനുഷ്യരെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യരെ തടയിടാൻ കഴിയാത്ത വിധത്തിൽ സുവിശേഷത്തിന് ബന്ധനമില്ല എന്ന് വചനം പറയുകയാണ്. ബന്ധനമില്ലാത്ത ഒരു സുവിശേഷത്തിന്റെ പ്രവൃത്തിക്കായിട്ട് നമുക്ക് ഉണരുകയും ജാഗരൂകരാകുകയും ഒക്കെ ചെയ്യണം. ഈ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് കർത്താവിൽ അങ്ങനെ സമർപ്പണം ഉണ്ടാകണം. വിജ്ഞാന വിഷയങ്ങളുടെ സാംശീകരണം മാത്രമല്ല ക്ലാസ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മസമർപ്പണം ചെയ്ത് ഇറങ്ങിത്തിരിക്കാനുള്ള വ്യഗ്രത കൂടി നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാവണം. നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. നമ്മിൽ നിന്ന് പത്രോസ് ഉണ്ടാകട്ടെ, പൗലോസ് ഉണ്ടാകട്ടെ, കരുത്തന്മാർ ഉടലെടുക്കട്ടെ, ആത്മസമർപ്പണം ചെയ്യുന്ന ആളുകൾ ഉടലെടുക്കട്ടെ. അല്ലാത്തിടത്തോളം നമ്മൾ വിജ്ഞാന വിഷയങ്ങൾ ആർജിച്ച് മാത്രം പോകലല്ല, അതൊക്കെ വേണം, വേണ്ടെന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ പത്രോസിനെ പഠിക്കുമ്പോൾ, മോശയെ പഠിക്കുമ്പോൾ, യോബിനെ പഠിക്കുമ്പോൾ നമ്മളെ തന്നെ സ്വയം സംസ്കരിക്കാനും കർത്താവിന് വേണ്ടിയിട്ട് ആവോളം നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനും കഴിയുന്ന ഒരു പരിസ്ഥിതി നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാവണം. കരുത്തരായിട്ട് നമുക്കെല്ലാം കർത്താവിന്റെ വേലയിൽ മുമ്പോട്ട് പോകാം. അടുത്ത 2 ദിവസങ്ങൾ പൗലോസിനെ പറ്റി പറയാനാണ് ഞാൻ പ്രാർത്ഥനയോടിരിക്കുന്നത്. അപ്പോൾ ഏറെയേറെ ഒരു തുറന്ന പാഠപുസ്തകമല്ലേ അദ്ദേഹം. എത്ര ചിന്തിച്ചാലും മതി വരാത്ത വിധത്തിൽ, ഒരുപക്ഷെ സ്വർഗത്തിൽ നമ്മൾ എത്തിയാൽ കാണാൻ ഏറെ ആഗ്രഹിക്കുന്ന അപൂർവ കഥാപാത്രങ്ങളിൽ ഒരാളല്ലേ പൗലോസ്. തിരക്കേറിയൊരു വ്യക്തിയായി സ്വർഗത്തിൽ അദ്ദേഹം മാറാൻ പോവാണ്. കാരണം അദ്ദേഹം ആരായിരുന്നു? ഒരു മനുഷ്യനാണോ എന്ന് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് കർത്താവിന് വേണ്ടി എരിഞ്ഞു ശോഭിച്ച കർമ്മധീരന്മാരാണ് നമ്മുടെ പൂർവികരെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സഭയുടെ ചരിത്രത്തിലെ ഇത്തരത്തിലുള്ള അഗ്രഗണ്യന്മാര് അവർ നൽകിയ സംഭാവനയുടെ പുറത്ത്, അവരുടെ ചോരയുടെ പുറത്താണ് അവർ ചൊരിഞ്ഞ ആ രക്തത്തുള്ളികൾക്ക് പുറത്ത് പടുത്തുയർത്തിയ മഹത് പ്രസ്ഥാനത്തിന്റെ ഇങ്ങേ തലക്കിലെ ചെറിയ കല്ലുകളാണ് നമ്മൾ. ഒരു ബൃഹത് ബന്ധമുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ഇന്ന് നമ്മൾ പിരിയുമ്പോൾ നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. ചിലതൊക്കെ യേശുവിന് വേണ്ടി ചെയ്യാൻ എനിക്കും അവസരം തരണമേ എന്നാണ് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ചില ആളുകൾക്ക് അതിനൊക്കെ താല്പര്യമുള്ളവരുണ്ടാവും, പക്ഷെ അവസരം കിട്ടണില്ല. എനിക്കൊരവസരം തരും കർത്താവേ, നിനക്ക് വേണ്ടി നിൽക്കാൻ ഒരവസരം. നിർണായകമായ ജീവൻ പ്രതിസന്ധികളുടെ നടുവിൽ, യേശുവിനെ തള്ളിപ്പറയുന്നവരൊക്കെ നടുവിൽ എനിക്ക് അങ്ങേക്കായി നിൽക്കണം. ഇനി വരാൻ പോകുന്ന ഒരു കാലമൊന്നും ശുഭകരമാകണമെന്നില്ല. ആ കാലാവസ്ഥയിൽ എനിക്ക് യേശുവിന് വേണ്ടി നിൽക്കണം എന്ന ഉറച്ച ബോധത്തിൽ കരുത്തരായി മുന്നേറാൻ ഇന്ന് തമ്പുരാൻ നമ്മളെല്ലാം സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.